ഈ മെസ്സേജ് കേൾക്കുന്നതിന് മുമ്പ് കർത്താവ് വന്നാൽ എന്തോ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഓർത്ത് ആദ്യമേ മെസ്സേജ് അങ്ങ് പറഞ്ഞേക്കാം. ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് വന്നാൽ നമുക്ക് കണ്ടിന്യൂസ് അങ്ങ് ആരാധിക്കുമല്ലോ, സ്വർഗത്തിൽ ആരാധനയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ പോകാമല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഞാനിത് പറയുമ്പോഴും ഏതെങ്കിലും ഒരു മനസ്സിൽ ഇതൊക്കെ ചുമ്മാ പതിവ് പറച്ചിലല്ലയോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അധികം അടുത്തിരിക്കുകയാണ് എന്ന് ബൈബിളിൻ്റെ സാക്ഷ്യം കൂടാതെ, ഞാൻ പറയുന്ന സാക്ഷ്യം കൂടാതെ, ന്യൂസ് പേപ്പറിൻ്റെ സാക്ഷ്യമെങ്കിലും ദൈവം എല്ലാവരും വിശ്വസിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ സ്വർഗത്തെപ്പറ്റി നരകത്തെപ്പറ്റിയൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളവരാണ്, ഒത്തിരി കേട്ടിട്ടുണ്ട്. സ്വർഗം എന്താണ്, നരകം എന്താണെന്ന് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ മനുഷ്യർക്ക് താല്പര്യം സ്വർഗത്തിൽ പോയി എന്നും പറഞ്ഞ് സ്വപ്നം കണ്ട ചിലർ വ്യാഖ്യാനിക്കാറുണ്ട് സ്വർഗത്തെ നരകത്തെയൊക്കെ. അതാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ കർത്താവിൻ്റെ വരവിനെ പറ്റി വേദപുസ്തകത്തിൽ പറഞ്ഞതൊന്നും പോരായെങ്കിൽ അറ്റ്ലീസ്റ്റ് ന്യൂസ് പേപ്പറിൽ പറയുന്നതെങ്കിലും നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഓരോ ദിവസവും ന്യൂസ് പേപ്പർ ഒരു കയ്യിലും മറ്റേ കയ്യിൽ വേദപുസ്തകം എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ രണ്ടും ചേർത്ത് വായിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം അതിൻ്റെ അവസാനത്തെങ്കിലേക്ക് വന്നിരിക്കുകയാണ്. ചരിത്ര സംഭവങ്ങളെ ഒന്നും എടുത്ത് വിശകലനം ചെയ്യാനോ പഠിപ്പിക്കാനോ ഒന്നും അല്ല ഞാൻ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചരിത്ര സംഭവങ്ങളല്ല ആവശ്യം. പക്ഷേ ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന, പ്രസംഗത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഓർപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരിക്കൽ കൂടി നമ്മൾ റിന്യൂ ചെയ്യാൻ. ദൈവമക്കളെ, ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാം. ഒരു പാസ്റ്റർ എന്ന നിലയിലോ, ഒരു സഹോദരൻ എന്ന നിലയിലോ, ഒരു പരിചയക്കാരൻ എന്ന നിലയിലോ ഞാൻ ഈ പറയുന്നത് എല്ലാവരും വളരെ സീരിയസ്ലി കേൾക്കണം. പലപ്പോഴും നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിങ്ങനെ ജീവിക്കുന്നു, മരിക്കുന്നു, നമ്മുടെ തലമുറകൾ വരുന്നു, അവർ ജീവിക്കുന്നു, അവരും മരിക്കുന്നു, പിന്നിങ്ങനെ തലമുറകൾ മാറി മാറി ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പം നമ്മുടെ ദൈവപൈതൽ എന്ന നിലയിൽ നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് നമ്മൾ ആരാധനയ്ക്ക് വരണം, പ്രാർത്ഥിക്കണം, ഇങ്ങനെയൊക്കെ ഉള്ളത് ആണ് എന്ന് അറിയാതെ ചിന്തിച്ച് നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ഇന്ന് ദൈവമക്കൾ മാറിപ്പോയത് വളരെ പരിതാപകരമായൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിനു വേണ്ടി അല്ല. ഒരിക്കലും മറക്കരുത്, നമ്മൾ ഈ ലോകത്തിൽ ദൈവപൈതങ്ങളായിട്ട് ജീവിക്കുന്നത് നമ്മൾ പണക്കാരാകാനോ, നമ്മൾ ലോകത്തിൽ എന്തെങ്കിലും നേടാനോ, ഒത്തിരി ബന്ധങ്ങൾ നേടാനോ, അതിനൊന്നുമല്ല നമ്മൾ ഈ ലോകത്ത് ദൈവമക്കളായിട്ട് ജീവിക്കുന്നത്. ഒറ്റ ഒരു ഉദ്ദേശമേ ഉള്ളൂ, കർത്താവിൻ്റെ വരവ്. അതിനി ഒരു പക്ഷേ കർത്താവിൻ്റെ വരവിന് മുമ്പ് നമ്മൾ മരിച്ചുപോയി എന്നിരിക്കട്ടെ, മരിച്ചുപോയാലും സാരമില്ല, കല്ലറകളിൽ നിന്ന് കർത്താവിൻ്റെ വരവെങ്കിൽ ജനം ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ജീവിക്കുന്നത് ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്ത് കുറേ പണം ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രോഗമില്ലാതെ നമുക്ക് ജീവിച്ച് മരിക്കണം എന്ന് ആഗ്രഹിക്കാനോ ഒന്നുമല്ല. ഭക്തന്മാർ രോഗം വന്നപ്പോൾ അതിനെ അത്ര മൈൻഡ് ചെയ്യാതിരുന്ന എന്താണെന്നറിയാമോ? രോഗമല്ലായിരുന്നു അവരുടെ മുമ്പിലെ പ്രശ്നം. അവരുടെ മുമ്പിലെ പ്രശ്നം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയാണ്. ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പ്, 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഇങ്ങനെ ദൈവവചനം ശുശ്രൂഷിച്ച സമയത്ത് പറയുകയുണ്ടായി, ഇന്ന് അധികം പേര് കർത്താവിൻ്റെ വരവിനെ പറ്റി പറയാത്തതിൻ്റെ കാരണം നമ്മുടെ ശ്രദ്ധ മറ്റു പലതിലേക്ക് മാറിപ്പോയതുകൊണ്ടാണ്. കർത്താവിൻ്റെ വരവ് നടക്കാതെ വന്നപ്പോൾ നമ്മുടെ ശ്രദ്ധ മറ്റു പലതിലേക്ക് മാറിപ്പോയി. എനിക്ക് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവമക്കൾ ജീവിക്കുന്നത് ഈ സഭയിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, ദൈവമക്കൾ എന്ന് പറയുന്ന എല്ലാവരെയും ചേർത്താണ് ഞാൻ പറയുന്നത്. ദൈവമക്കൾ ജീവിക്കുന്നത് മുഴുവൻ എങ്ങനെങ്കിലും നമുക്ക് ജീവിച്ച് മരിച്ച് തീർക്കണമെന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശത്തിലേക്ക് ദൈവമക്കളുടെ ജീവിതം മാറിപ്പോയി. നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കണം, അതിനുവേണ്ടിയാണ്. നമ്മൾ രോഗം മാറാൻ, അതിനൊന്നും കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രസംഗം കേൾപ്പും എല്ലാം എങ്ങനെയെങ്കിലും ലോകത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകണം, നന്നായിട്ട് കുഴപ്പമില്ലാതെ മരിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയാൽ മാത്രം മാറിപ്പോയി. ഇത് ആ ഒരു വിശ്വാസവും ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ വിശ്വസിക്കുന്ന വിശ്വാസവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പുനർജന്മം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്ത് എങ്ങനെങ്കിലും മരിച്ച് തീരുക എന്നുള്ള ഒരു ഉദ്ദേശം പോലെ നമ്മളും അങ്ങനെ ശല്യമൊന്നുമില്ലാതെ എങ്ങനെങ്കിലും പ്രാർത്ഥിച്ചോ അതിൽ ഇടയ്ക്ക് 2 ദിവസം ഉപവസിച്ചോ ഒക്കെ അങ്ങ് പോയി എങ്ങനെങ്കിലും അങ്ങ് തീരുക എന്നുള്ള ഒരു അറിയാതെ ഒരു ട്രാക്കിലേക്ക് നമ്മളങ്ങ് വന്നുപോയി. ഞാനൊരു കാര്യം പറയാം, നമ്മൾ രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം തൊട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ, ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഫോക്കസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ വരവാണ്. ആ കർത്താവിൻ്റെ വരവിലേക്കുള്ള യാത്രക്കിടയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്, പഠിക്കുന്നത്, സ്കൂളിൽ പോകുന്നത്, വീട് വെക്കുന്നത്, കല്യാണം കഴിക്കുന്നത്, മക്കളുണ്ടാകുന്നത്. ഇതൊക്കെ ആ ഒരു യാത്രക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആമേൻ. ആ ഒരു യാത്രക്കിടയിലാണ് നമ്മളൊരു യാത്ര പോവുകയാണ്. ഇവിടുന്ന് ഇപ്പോൾ കങ്കനാടിയിലോട്ട് എല്ലാവരും കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ പോകുന്ന ഉടനെ ഓരോ കടകൾ കാണുന്നു, ഓരോ കാഴ്ചകൾ കാണുന്നു, ഓരോ ആൾക്കാരെ കാണുന്നു. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താണ്? കങ്കനാടിയാണ് നമ്മുടെ ലക്ഷ്യം. എന്ന് പറയുന്നത് പോലെ നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നു, ചിലർ കല്യാണം കഴിക്കുന്നു, ചിലർ വീട് വെക്കുന്നു, ചിലർ പഠിക്കുന്നു, ചിലർ ഒത്തിരി ഡിഗ്രി സമ്പാദിക്കുന്നു. ഇതൊക്കെ ഡിഗ്രി സമ്പാദിക്കാനും കല്യാണം കഴിക്കാനും വീട് വെക്കാനും വേണ്ടി അല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ഏതാണ്?
കങ്കനാടിയാണ്, ഇല്ലയോ? നമ്മുടെ ലക്ഷ്യം കങ്കനാടിയാണ്. ആ ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഒരിക്കലും ആകരുത്. പോകുന്ന വഴിക്ക് നല്ല പള്ളി, നല്ല കെട്ടിടങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല കെട്ടിടമാണല്ലോ, ഇവിടെ അങ്ങ് നിന്നാലോ എന്ന് വെച്ച് നിന്നാൽ നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നുപോയി. ആമേൻ. ദൈവപൈതലേ, നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് നമ്മൾ വഴിയിൽ കാണുന്ന കെട്ടിടങ്ങളോ വഴിയിൽ കാണുന്ന സൗന്ദര്യമോ വഴിയിൽ കാണുന്ന കാഴ്ചകളോ കണ്ടവിടെ നിൽക്കാനല്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് എൻ്റെ പെട്രോൾ തീർന്നു പോയി അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് നിന്നേക്കാം എന്ന് വിചാരിക്കാനല്ല. നമ്മുടെ ലക്ഷ്യം അപ്പുറത്താണ്. ഇടയ്ക്ക് ചിലപ്പോൾ റോഡിൽ ഗട്ടറുണ്ടായിരിക്കാം, റോഡിൽ ചിലപ്പോൾ മാർഗതടസ്സം, വല്ല സ്ട്രൈക്കോ അതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്താണ്? എത്ര തടസ്സങ്ങൾ നേരിട്ടാലും എത്ര പോരാട്ടങ്ങൾ നേരിട്ടാലും നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, കങ്കനാടി, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. കങ്കനാടി എന്ന് ഞാൻ പറഞ്ഞത് മറക്കാതിരിക്കാനാ. ഇടയ്ക്ക് കങ്കനാടി എന്ന് പറയുമ്പോഴെങ്കിലും ഒരു ഓർമ്മ വരുമല്ലോ. അതുകൊണ്ട് ഇനി എല്ലാവരും കങ്കനാടി എന്ന് കേൾക്കുമ്പോൾ ഓർത്തോളം കർത്താവിൻ്റെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യം വിട്ട് ഒരു നിമിഷം പോലും നമ്മൾ ജീവിക്കാൻ പാടില്ല. നമ്മളിപ്പം ഞാൻ ആദ്യം ശ്രദ്ധിക്കായിരുന്നു, പലരുടെ മുഖം ഞാൻ ശ്രദ്ധിക്കായിരുന്നു. ആദ്യത്തെ ആ ഒരു വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം വായിച്ച സമയത്ത്, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം വായിച്ചപ്പോൾ പലരും ഇങ്ങനെ അതൊരു ഭാഗം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊരു കാഴ്ച കാണാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോയി. ഞാൻ പല മുഖങ്ങളിലും നോക്കുമായിരുന്നു, പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ പല മുഖങ്ങളിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം കർത്താവിൻ്റെ വരവിനെ പറ്റി മിക്കവാറും ഉള്ള എല്ലാ സഭകളിലും എന്ന പോലെ ഈ സഭയിലും അധികം ഒന്നും പറയാറില്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെയോ നമ്മളതങ്ങ് മറന്നുപോയി. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ലോകത്ത് ജീവിക്കണം, ഇങ്ങനെയൊക്കെ അങ്ങ് മരിക്കണം, ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം, ആരെ ശല്യം ചെയ്യരുത്. ചിലർ പറയുന്ന പോലെ നല്ലവനായിട്ട് അങ്ങ് ജീവിച്ച് അങ്ങ് മരിച്ചു പോയാൽ മതി. അങ്ങനെ ഒരു പരിപാടി ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കില്ല ദൈവമക്കളെ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ നേടുന്നതിലല്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, കർത്താവിൻ്റെ വരവ്. കർത്താവിൻ്റെ വരവ്. ആമേൻ. എല്ലാവരും കർത്താവിൻ്റെ വരവിനെ പറ്റി കേൾക്കുമ്പോൾ ആമേൻ പറയണം. 83-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അധികമൊന്നും നമുക്ക് മനസ്സിലാകത്തില്ലെങ്കിലും പ്രവചന പണ്ഡിതന്മാർ 83-ാം സങ്കീർത്തനത്തിൽ വളരെയധികം പ്രാധാന്യമാണ് ഈ നാളുകളിൽ കൊടുക്കുന്നത്. 83-ാം സങ്കീർത്തനത്തിൽ ഇസ്രായേലിൻ്റെ ഒത്തിരി ശത്രുക്കളെ പറ്റി കാണാൻ കഴിയും. ഈ ശത്രുക്കളെല്ലാം കൂടെ ചേർന്ന് ഇസ്രായേലിനെ ഒതുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവമേ, അങ്ങനെ ശത്രുക്കളെല്ലാം കൂടെ ചേർന്ന് ഇസ്രായേലിനെ ഒതുക്കുവാൻ ഒരിക്കലും സമ്മതിക്കരുത്. ദൈവത്തിൻ്റെ മക്കളെ ഒതുക്കുവാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുവാൻ ഒരിക്കലും സമ്മതിക്കരുത് എന്നുള്ള സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് 84-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് സൈന്യങ്ങളുടെ യഹോവ എന്നും പറഞ്ഞ് ഉള്ള സങ്കീർത്തനക്കാരൻ്റെ മറ്റൊരു വികാരമാണ് കാണുന്നത്. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവ എന്നും പറഞ്ഞ സങ്കീർത്തനക്കാരൻ അവിടെ സ്തുതിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ഇത്രത്തോളം ശത്രുക്കളാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം, ഇസ്രായേൽ എന്ന് പറയുന്നതിൽ ഒരു ദൈവത്തിൻ്റെ ജനം ഇത്രത്തോളം ശത്രുക്കളാൽ മൂടപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലും സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഇസ്രായേലിനെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ വിടുതൽ കിട്ടുന്നു എന്നുള്ള ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ സങ്കീർത്തനക്കാരൻ പറയാണ്, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ആമേൻ. നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യം, ഒരു പ്രത്യേക സാഹചര്യം, ന്യൂസ് പേപ്പറിലെ ഒരു പ്രത്യേക സാഹചര്യം പഠിച്ചാൽ 83-ാം സങ്കീർത്തനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. 83-ാം സങ്കീർത്തനം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഭാഗമാണ് യെശയ്യാ പ്രവചനം 17-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഒരാൾക്കത് വായിക്കാം. ഏറ്റവും ഈ കാലഘട്ടത്തിൽ വായിക്കാൻ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്യമാണ് യെശയ്യാ പ്രവചനം 17-ാം അധ്യായം. ഓക്കെ, ഇവിടെ ദമ്മാശേക്കിനെ പറ്റിയുള്ള ഒരു പ്രവചനമാണ് ഇവിടെ കാണുന്നത്. ദമ്മാശേക്ക് ഇൻ ഇംഗ്ലീഷ് എന്താണ്? ഡമസ്കസ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഡമസ്കസ് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? സിറിയയിലാണ് ഡമസ്കസ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇപ്പോൾ സിറിയ പത്രങ്ങളിലെല്ലാം നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഈ പ്രവചനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അമേരിക്കൻ സൈന്യം അല്ലെങ്കിൽ UK-യുടെ സൈന്യമൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ദമ്മാശേക്ക് എന്ന് പറയുന്ന സ്ഥലത്തെയാണ് അവരിപ്പോൾ ഫോക്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ദമ്മാശേക്ക് എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ തന്നെ നമുക്ക് ഈ ദമ്മാശേക്കിനെ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ
അതിൻ്റെ 15-ാം വാക്യത്തിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ദമ്മാശേക്കിനെ പറ്റിയുള്ള ചെറിയൊരു പ്രസ്താവന അവിടെ കാണാൻ കഴിയും. 15-ാം അധ്യായത്തിലുണ്ട്, അതുപോലെ 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലുണ്ട്. ഇവിടെയൊക്കെ അബ്രഹാമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ദമ്മാശേക്കിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദമ്മാശേക്കിനെ പറ്റി അവിടെ ഉൽപ്പത്തി പുസ്തകം 14-15 അധ്യായങ്ങൾ പറയുന്നു. 2 ശമൂവേൽ 8:5 പറഞ്ഞിട്ടുണ്ട്. 1 രാജാക്കന്മാർ 11:23 പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ഈ പറയുന്ന വാക്യങ്ങളിൽ നിന്നൊക്കെയും മനസ്സിലാക്കാൻ കഴിയും. ദമ്മാശേക്കിന് ആ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിരുന്നു. ദമ്മാശേക്കിനെ പറ്റി ആൾക്കാർ പറയുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യർ പാർത്തിട്ടുള്ള സ്ഥലം എന്നാണ് പറയുന്നത്. മറ്റ് സിറ്റിയിലൊക്കെ ആൾക്കാർ പാർത്ത് കുറേ കഴിയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും, അവിടെ നിന്ന് അങ്ങ് വിട്ടുപോകും, അങ്ങനെ പോകും. പക്ഷേ എന്നാലും ഈ ദമാസ്കസിൽ അങ്ങനെ വിട്ടുപോകുന്നൊരു പരിപാടിയില്ലായിരുന്നു. ഇനി വിട്ടുപോയാൽ തന്നെ എപ്പോഴും പട്ടണം ക്രൗഡഡ് ആയിരുന്നു, പട്ടണം നിറഞ്ഞു നിൽക്കുകയായിരുന്നു ദമ്മാശക് പട്ടണം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ ദമ്മാശക് പട്ടണം വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ദമ്മാശക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ പൗലോസ് ദമ്മാശക് എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോകുന്ന വഴി ആ റോഡിൽ വെച്ച് യേശുക്രിസ്തു പൗലോസിനെ കണ്ടെത്തിയായിട്ട് പൗലോസ് അവിടെ പോകുന്നത് അവിടെ ക്രിസ്ത്യാനികളെല്ലാം ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരപത്രം മേടിക്കാൻ വേണ്ടി പൗലോസ് പോകുന്ന സമയത്ത് അവിടെ വെച്ച് ഇടയ്ക്ക് വെച്ച് കർത്താവ് യേശുക്രിസ്തു പൗലോസിനെ നേരിട്ടു. എന്നിട്ട് നീ ആരാണ് കർത്താവ് എന്ന് പൗലോസ് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്നവനായ യേശുക്രിസ്തു ആകുന്നു ഞാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് അനന്യാസ് എന്ന് പറയുന്ന പുരോഹിതനോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നീ ചെന്ന് പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസ് ആ പള്ളിയുടെ വാതിക്കൽ ഇരിപ്പുണ്ട്, പൗലോസിന് ഇപ്പോൾ കണ്ണ് കാണത്തില്ല, അവൻ്റെ കൂടെയുള്ളവരെല്ലാം പോയി, കണ്ണ് കാണത്തില്ല, നീ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് അവിടെ ചെന്ന് പൗലോസിന് വേണ്ടി മടിയോടെയാണെങ്കിലും ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിൽ നിന്ന് ചെതുമ്പിൽ വീണു എന്നൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ സംഭവമൊക്കെ സംഭവിച്ചപ്പോഴും ദമ്മാശക് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞത്. അത് സിറിയയുടെ തലസ്ഥാനമാണ്. സിറിയ എന്ന് പറഞ്ഞാൽ ആ സ്ഥലം ആരാം എന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ആരാം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇസ്രായേലുമായിട്ട് ഇങ്ങനെ ശത്രുതയിലായിരുന്നു അവർ, എപ്പോഴും ശത്രുതയിലായിരുന്നു. ഇപ്പോൾ ആ ശത്രുതയെല്ലാം കൂടി വരികയാണ്. ഈ 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 17-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നതാണ്. അവിടെ പറയുന്നത് ദമ്മാശേക്കിന് വരാൻ പോകുന്ന വലിയ അനർത്ഥത്തെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഇത് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ യെശയ്യാ പ്രവചനം നമ്മൾ നേരത്തെ പഠിച്ചതാണ് ബൈബിൾ സ്റ്റഡിയിൽ. അന്ന് ബൈബിൾ സ്റ്റഡിയിൽ വന്നവർക്കൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അന്ന് പറഞ്ഞതായിരുന്നു. അന്ന് നമ്മൾ അവിടെ പറഞ്ഞിരുന്നത് ഈ പറഞ്ഞ പ്രവചനം നടന്നു കഴിഞ്ഞു എന്ന്. അതായത് ദമ്മാശേക്ക് ഒരു വലിയ ശൂന്യ കൂമ്പാരമായി തീരുന്നു, നിർജ്ജനമാകുന്നു, അവിടെ വെറുതെ ഇങ്ങനെ ആടുകൾ മേയ്ക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറും, വലിയ ഉപയോഗശൂന്യമായ ഒരു സ്ഥലമായി മാറും എന്നൊക്കെയുള്ള പ്രവചനം അന്ന് നമ്മൾ വായിച്ചപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് BC 732 അവിടെ ഒരു ആക്രമണം നടന്നു, തിഗ്ലാത്ത് പലേസർ എന്ന് പറയുന്ന. അപ്പോൾ അവിടെ ഒരു ആക്രമണം നടന്നിരുന്നു എന്ന് പലരും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ചരിത്രകാരന്മാർ അല്ലെങ്കിൽ പ്രവചന പണ്ഡിതന്മാർ, ജോൺ ഹാഗിയെ പോലുള്ള പ്രവചന പണ്ഡിതന്മാർ ഇപ്പോൾ പറയുന്നത് ആ പ്രവചനം അന്ന് നടന്നെങ്കിലും അന്ന് ഈ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ ലിറ്ററലി സംഭവിച്ചില്ല. അതായത് അവിടെ ശൂന്യകൂമ്പാരമൊന്നും ആയില്ല, അവിടെ ഒരു ആക്രമണം നടന്നു, ദമ്മാശേക്ക് പട്ടണത്തെ നശിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ 17-ാം അധ്യായത്തിൽ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടില്ല എന്നാണ് ചരിത്രകാരന്മാർ, പ്രവചന പഠിതാക്കൾ പറയുന്നത്. എന്നിട്ട് അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞു എന്നോ നടന്നു തുടങ്ങിയെന്നോ വേണമെങ്കിൽ ഓൾറെഡി പറയാം. നമുക്കറിയാം കഴിഞ്ഞ ദിവസം സിറിയയിൽ വലിയ രാസായുധ പ്രയോഗം ഉണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്ന് പറയുന്നത്. ഇവിടെ അത് അരോവർ പട്ടണങ്ങൾ നിർജ്ജനമായി തീരുന്നു, അത് ശൂന്യ കൂമ്പാരമായി തീരത്തക്കവണ്ണം ഇത് ചെയ്യുകയാണ്. ഇനി അമേരിക്കൻ സൈന്യമോ ബ്രിട്ടീഷ് സൈന്യമോ ഇവിടെ ഒരാക്രമണം ഇനി നടത്തുകയാണെങ്കിൽ, സിറിയയിൽ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പട്ടണം അങ്ങനെ തന്നെ ആയിത്തീരും. എന്നാൽ നമ്മൾ പത്രം വായിച്ചു, ഞാൻ ഇന്ന് രാവിലെ വളരെ ആർത്തിയോടെ പത്രം എടുത്ത് നോക്കി, സിറിയയെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം അവിടെ ശാന്തമാകുന്നതായിരിക്കും ഒരു പക്ഷേ. ശാന്തമാകട്ടെ, യുദ്ധം ഉണ്ടാകരുത്, എന്നാൽ അതാണ് നമ്മുടെ ആഗ്രഹം. എന്നാലും യുദ്ധം ഉണ്ടാകരുത് എന്ന് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് വേണ്ടി ചില യുദ്ധങ്ങൾ ഉണ്ടായാലേ പറ്റൂ. കഴിഞ്ഞ ഒരു 3 നൂറ്റാണ്ടിനിടയിൽ എത്രയോ യുദ്ധങ്ങൾ, ചെറുതും വലുതുമായ 100 കണക്കിന് യുദ്ധങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യ പോലും പങ്കെടുത്ത എത്ര യുദ്ധങ്ങൾ ഈ കഴിഞ്ഞ ഒരു 3 നൂറ്റാണ്ടിനിടയിൽ ഉണ്ടായി. ഇവിടെ പറഞ്ഞേക്കുന്ന പ്രവചനം പോലെയുള്ള എക്സാക്ട്ലി ആ പ്രവചനത്തിൻ്റെ സ്വഭാവം പണ്ഡിതന്മാർ കാണുന്നത് ഇപ്പോൾ സിറിയയിൽ നടന്നേക്കാവുന്ന ഒരു യുദ്ധത്തിലാണ്. ഇതിനുള്ള രാസായുധങ്ങൾ പ്രയോഗിച്ച് പട്ടണത്തെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ സിറിയ അല്ലെങ്കിൽ ദമ്മാശേക്കിനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ദമ്മാശേക്ക് ഇല്ലാതാകും എന്നാണ് പ്രവചന പഠിതാക്കൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനം അനുസരിച്ചുള്ള കാര്യങ്ങൾ ആ ഒരു ഫോക്കസിലേക്ക് നീങ്ങുകയാണ്. ഞാൻ ഒരിക്കലും ചരിത്ര പഠനത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, ഞാൻ വേദപുസ്തകത്തിലെ പഠനത്തിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. സിറിയയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പറയുന്നില്ല, നമ്മളൊക്കെ ഓരോരുത്തരും അത് ന്യൂസ് പേപ്പറിൽ വായിച്ച് മനസ്സിലാക്കാൻ മതി. അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി
ഈ 17-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ദമ്മാശേക്കിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി അല്ല കർത്താവ് പറഞ്ഞേക്കുന്നത് എന്നൂടെ നമ്മൾ മനസ്സിലാക്കണം. 17-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇസ്രായേലിനെ ഫോക്കസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള ശത്രുക്കൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് പറഞ്ഞു വരുന്ന കൂടെ 13-ാം അധ്യായം മുതൽ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ദമ്മാശേക്കിനെ പറ്റി പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാഷ്ട്രമാണ്. ചെറിയ ഒരു കേരളത്തിൻ്റെ അത്രയും പോലും ഇല്ലാത്ത ഒരു ചെറിയ ഇതാണ്. കേരളം പോലെ തന്നെ ഓൾമോസ്റ്റ് അതിന് നീണ്ടു കിടക്കുന്ന ഒരു ഷേപ്പൊക്കെയാണ്, അല്ലയോ? ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ സീയോ അങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഇസ്രായേലിന് ചുറ്റും ഏതൊക്കെ രാഷ്ട്രങ്ങളുണ്ടോ അവരെല്ലാം ഇസ്രായേൽ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യ ഉൾപ്പെടെ. ഇന്ത്യ നേരെ അടുത്തൊന്നും അല്ലെങ്കിൽ പോലും ഇന്ത്യ ഉൾപ്പെടെ എല്ലാം ഇസ്രായേൽ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. ലോകത്തിൻ്റെ സെൻറ്റർ ജെറുസലേം നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അടുത്ത് കിടക്കുന്ന, പ്രത്യേകിച്ച് സിറിയയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇസ്രായേൽ എങ്ങനെ നശിച്ച് കാണണം. ഇസ്രായേലിനകത്തുനിന്ന് യുദ്ധം, പുറത്തുനിന്ന് യുദ്ധം, എല്ലായിടത്തുനിന്ന് യുദ്ധമാണ്. ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കൾ പത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ പറയുന്ന രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, സിറിയ, ഇറാൻ, ജോർഡാൻ, ടർക്കി എന്ന് പറയുന്ന ഈ രാജ്യങ്ങളെല്ലാം ഇതിൻ്റെ ചുറ്റുമുണ്ട്. ദൂരെയൊന്നുമല്ല, ഇതിൻ്റെ ചുറ്റുമുണ്ട്. അപ്പം 83-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഇതുപോലത്തെ ഒരു സാഹചര്യത്തെ പറ്റിയാണ് പറയുന്നത്. ശത്രുക്കളെല്ലാം കൂടെ കയറി ഈ രാഷ്ട്രത്തെ, അല്ലെങ്കിൽ അന്ന് രാഷ്ട്രമായിട്ടില്ല, ഈ ഒരു ജനത ഇസ്രായേൽ എന്ന് പറയുന്നതിലുപരി യഹൂദന്മാരെ നശിപ്പിച്ച് കളയാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു സമയം ഉണ്ടാകും. അങ്ങനെ നാളുകളായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ടാണ് ചരിത്ര പഠിതാക്കൾ അല്ലെങ്കിൽ പ്രവചന പണ്ഡിതന്മാർ പറയുന്നത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഇസ്രായേലിനെ ഞെരുക്കുകയാണ്, ഓരോ ദിവസവും ഞെരുക്കുകയാണ്. അമേരിക്കയുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇസ്രായേലിനെ ഇപ്പോൾ എപ്പോഴേ ഇവർ കയറി ആക്രമിച്ചാണ്. പക്ഷേ എന്നാലും പ്രത്യാശ പകരുന്ന മറ്റൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ജാതിയാണ് യഹൂദന്മാർ. അതുകൊണ്ട് എത്ര ശത്രുക്കൾ ചുറ്റും കൂടിയാലും ആർക്കും ഒന്നും ചെയ്യാതെ വണ്ണം ദൈവം ഇസ്രായേലിനെ പരിപാലിക്കും. ആമേൻ. ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ വലിയ ശക്തിയാണ്. ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. റഷ്യ വലിയ ശക്തികളാണ്. എന്നാൽ ഈ ശക്തികളെല്ലാം കൂടി ഒരുമിച്ച് വന്നാലും ഈ ഇത്തിരി പോന്ന ഈ ചെറിയ ഇസ്രായേലിനെ തൊടാൻ ആർക്കും കഴിയുകയില്ല. അമേരിക്കയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ശക്തി അത്ര വലുതാണ്. ആ ശക്തി ദൈവം പകരുന്നതാണ്. അത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും എത്ര പ്രാധാന്യത്തോടെയാണ് ചരിത്രത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. ഒന്ന് രണ്ട് ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടല്ലോ, വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത് അതുപോലെ സംഭവിക്കുന്നത്. ഒരു മാറ്റം ഇല്ലാതെയാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന് ചുറ്റും ഇങ്ങനെ ശത്രുക്കൾ പെരുകി കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെ ആഭ്യന്തര കലഹം ഉണ്ടാകുകയാണ്. സിറിയ അവിടെ ഇസ്രായേലിൻ്റെ ആക്രമണം കൊണ്ടൊന്നുമല്ല, സിറിയ ഒരു ഹീപ്പ് ഓഫ് റൂയിൻസ് അല്ലെങ്കിൽ നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരമായി തീരുമെന്നാണ് 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അത് സംഭവിക്കും. ഇനിയിപ്പോൾ അമേരിക്ക യുദ്ധം ചെയ്തില്ലെങ്കിൽ തന്നെ അവിടുത്തെ ആഭ്യന്തര കലഹങ്ങൾ കൊണ്ട് ദമ്മാശേക്ക് ഒരു നഷ്ടങ്ങളുടെ കൂമ്പാരമായി തീരും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അയ്യോ, ദമ്മാശേക്ക് ഇല്ലാതായല്ലോ എന്നുള്ളതിലുപരി വേദപുസ്തകത്തിലെ പ്രവചനം അതുപോലെ നടക്കുകയാണല്ലോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇഫ്രായിമിൽ കോട്ടയും ദമ്മാശേക്കിൻ്റെ രാജത്വവും ഇല്ലാതെയാകും. അരാമിൽ ശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെ എന്ന സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ പല കാര്യങ്ങളാണ് പറയുന്നത്. അരോവർ പട്ടണങ്ങൾ, സിറിയയിലെ പട്ടണങ്ങളാണ്. അരോവർ പട്ടണം അത് നിർജ്ജനമായി തീരും. അവിടെ ആരും ഇല്ലാതെ, ഒരു മനുഷ്യരും ഇല്ലാതായിരിക്കും. എഫ്രായിം അല്ലെങ്കിൽ ഇസ്രായേലും സിറിയയും തമ്മിലുള്ള ഒരു കോട്ട അതില്ലാതെയാകും. കാരണം അതിൻ്റെ ആവശ്യം പിന്നീട് വരത്തില്ല. കാരണം എഫ്രായിമിനെ കയറി ആക്രമിക്കാൻ ഒരിക്കലും സിറിയയ്ക്ക് കഴിയാത്ത ഒരു സാഹചര്യം വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. സിറിയയിലെ ആഭ്യന്തര യുദ്ധങ്ങൾ കൊണ്ട് സിറിയ തന്നെ നശിക്കുമ്പോൾ പിന്നെ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇസ്രായേലിനെ ആക്രമിക്കാൻ അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. അമേരിക്ക സിറിയയെ ആക്രമിക്കുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ ഞാനൊരു പ്രോഫറ്റിക് സ്പെഷ്യലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് അത് പറയാൻ കഴിയുന്നില്ല. ഞാനൊരു സ്പെഷ്യലിസ്റ്റേ അല്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ടല്ല, സഭയ്ക്ക് ഇത് ആവശ്യമുള്ളതുകൊണ്ടൊക്കെ പറയുന്നതേ ഉള്ളൂ. നമ്മൾ ഈ അന്ത്യകാലത്തെ പറ്റി ബൈബിൾ സ്റ്റഡി എടുക്കാനൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ടെങ്കിൽ പാസ്റ്റർമാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുക, അതിനാരെങ്കിലും സ്പെഷ്യലിസ്റ്റുകളെ വിളിക്കുക. കാരണം അവരത് തന്നെ പഠിക്കുന്നവരാ. നമ്മൾ പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ അതെല്ലാം പഠിക്കുന്നവരല്ലോ. പക്ഷേ എന്നാലും സഭയ്ക്ക് ആവശ്യമുള്ള ഒരു ചൈതന്യം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് സിറിയയിൽ എന്തോ സംഭവിച്ചെന്നോ ദമ്മാശേക്കിൽ എന്തോ സംഭവിച്ചെന്നോ എന്നുള്ളതോർത്ത് നമ്മൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. യുദ്ധം ഉണ്ടാകുമോ ഇല്ല, യുദ്ധം ഉണ്ടാകരുത് തീർച്ചയായിട്ടും. യുദ്ധം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഓർത്ത് വിചാരപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി, കർത്താവിൻ്റെ വരവ് അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ഏറ്റവും അടുത്തിരിക്കുകയാണ്. ആമേൻ. സിറിയയിലൊരു പ്രതിസന്ധി ഉണ്ടായാൽ എണ്ണയുടെ വില കൂടും. ഈ പെട്രോളിൻ്റെ ഒക്കെ വില കൂടും.
ഇപ്പം തന്നെ ഭാരതം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്നത്. എണ്ണയുടെ വില കൂടും. അപ്പോൾ അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഇപ്പം തന്നെ നമുക്ക് ഒരു നേരം വീട്ടിൽ ആഹാരം ഉണ്ടാക്കണമെങ്കിൽ ഒരു 100 രൂപയുടെ പച്ചക്കറി വേണം. അതേസമയത്ത് ഒരു വർഷം മുമ്പായിരുന്നെങ്കിൽ നമുക്കൊരു 10 രൂപയുടെ പച്ചക്കറി മതിയായിരുന്നു ഒരു ദിവസം വീട്ടിൽ ആഹാരം ഉണ്ടാക്കാൻ, അല്ലയോ? 10 രൂപയുടെ പച്ചക്കറി. ഇപ്പോൾ അത് 100-ലേക്കൊക്കെ മാറി. 100-ലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളത് അറിയാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചത് കൊണ്ടാണ്, നമ്മളതിൻ്റെ അളവൊക്കെ കുറയ്ക്കുന്നത് കൊണ്ടാണ്. നേരത്തെ 1 കിലോ ഉള്ളി മേടിക്കുന്നിടത്ത് ഇപ്പോൾ കടയിൽ പോയാൽ നമ്മളതങ്ങ് കുറയ്ക്കും. 1/2 കിലോ. അത് നമ്മൾ തൂക്കത്തിൽ ശരിക്കും നോക്കും, കറക്റ്റ് ഉണ്ടോ, ഇനി അവൻ ഇതേ താങ്ങി കൊടുക്കുന്നുണ്ടോ. അത് കടക്കാർക്കൊരു പരിപാടി ഉണ്ടല്ലോ, ഇങ്ങനെ താങ്ങി കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. എന്താണെന്ന് വെച്ചാൽ വില കൂടി, നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വരുന്നത്. ഇനി എണ്ണയുടെ വില ഇനിയും കൂടിയാൽ എന്താകും സിറ്റുവേഷൻ? എണ്ണയുടെ വിലയ്ക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഒരു കൂടി വന്ന ഒരു 5 രൂപയുടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇങ്ങനെ ഡിഫിക്കൽട്ടി, ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തോ പറയും, എന്തോ പറ്റും. 1 കിലോ അരിക്ക് 100 രൂപയോ 200 രൂപയോ 500 രൂപയോ കൊടുത്ത് മേടിക്കേണ്ട സാഹചര്യത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അന്നേരം ഓർക്കണം, നമ്മുടെ സാലറി കൂടാൻ പോകുന്നില്ല, ഈ സാധനങ്ങളുടെ വില മാത്രമേ കൂടുന്നുള്ളൂ. സോ അതുകൊണ്ട് ലോകം മുഴുവൻ ഒരു വലിയ അസമാധാനത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വലിയ അസമാധാനത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ അതുപോലെ സംഭവിക്കണം. നമ്മളിപ്പോൾ വായിച്ചത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ അവിടെ പറഞ്ഞേക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ 15-ാം വാക്യത്തിൽ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രരും സ്വതന്ത്രരും ദാസന്മാരെ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേര്. ഇവിടെ അധികം പേര് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, വലം കൈമേലോ നെറ്റിമേലോ മുദ്ര ഉണ്ടാകുമെന്ന് വേദപുസ്തകത്തിൽ പറയുന്നത്. ഇത് ആരുടെ മുദ്ര എന്ന് വെച്ചാൽ അന്തിക്രിസ്തു എന്ന് പറയുന്ന ഒരാളുണ്ട്. അന്തിക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ്. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തു, ക്രിസ്തുവിനെ പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരാളെ പിശാച് അവതരിപ്പിക്കും. അതാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അയാൾക്ക് പ്രത്യേകിച്ച് കഴിവുകളെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ പോലുള്ള ഒരാളായിരിക്കത്തില്ല. എന്നാൽ ലോകത്തെ മുഴുവൻ ഇതാണ് മറ്റൊരു യേശുക്രിസ്തു എന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കത്തക്ക നിലയിൽ പിശാച് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അന്തിക്രിസ്തുവിൻ്റെ മുദ്രയായിട്ട് അതിൻ്റെ താഴെ 18-ാം വാക്യത്തിൽ അവസാനം പറഞ്ഞേക്കുന്ന 666. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ വാ പൊളിയുമെങ്കിലും 666 കേൾക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണ് തെളിയും, അല്ലയോ? പേടിക്കേണ്ട, എല്ലാവർക്കും കിട്ടാൻ പോവാ. അതിനെപ്പറ്റി ഞാൻ പറയാം ഇപ്പം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടണം. ആമേൻ. അപ്പം ഈ അന്തിക്രിസ്തു എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാളോ നരകത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാളോ ആയിരിക്കത്തില്ല. നമ്മൾ ഒരിക്കലും അന്തിക്രിസ്തുവിനെ പറ്റി അങ്ങനെ ചിന്തിക്കരുത്. അന്തിക്രിസ്തു എന്ന് പറയുന്നത് നമ്മളെപ്പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യനായിരിക്കും. ഒരു സാധാരണ മനുഷ്യൻ, പക്ഷെ അയാൾക്ക് അസാമാന്യമായ കഴിവുകളുണ്ട്. കഴിവുകളെന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ ഒരു വലിയ ശാന്തതയിലേക്ക് സമാധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഭയങ്കര കഴിവ് അയാൾക്കുണ്ടായിരിക്കും. ഒരു അസാധാരണ മനുഷ്യനായിരിക്കും അയാൾ. പിശാച് പ്രത്യേക കഴിവുകൾ കൊടുത്തായിരിക്കും അയാളെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ചില ആൾക്കാർ പറഞ്ഞത് പോപ്പാണ് അങ്ങനെ വരാൻ പോകുന്നത്. കാരണം പോപ്പിന് ലോകം മുഴുവൻ ഭയങ്കര സ്വാധീനമാണല്ലോ. പോപ്പാണെന്നൊന്നും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നതേ ഉള്ളൂ. ചില ആൾക്കാർ പറഞ്ഞു KP യോഹന്നാനാന്ന് പറഞ്ഞു. പിന്നെ ബരാക് ഒബാമ പ്രസിഡന്റ് ആയപ്പോൾ ലോകം മുഴുവൻ പറഞ്ഞു ഒബാമ. അയാളുടെ ചില പ്രവർത്തികൾ കണ്ടാലും അങ്ങനെ തോന്നും. വേദപുസ്തകത്തിൽ അങ്ങനെ ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ചിലർ പറഞ്ഞു മൻമോഹൻ സിംഗ് ആണ്, ഭയങ്കര സാമ്പത്തിക വിദഗ്ധനാണല്ലോ, അതുകൊണ്ട് മൻമോഹൻ സിംഗ് ആണെന്ന് പറഞ്ഞു. അതാരാണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഒരു മനുഷ്യൻ വരും, ബീസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്ന മൃഗം എന്ന നിലയിൽ ഒരു അന്തിക്രിസ്തു വെളിപ്പെടുമെന്നുള്ള ഉറപ്പാണ്. അന്തിക്രിസ്തു വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞോ ചില അടയാളങ്ങൾ സംഭവിക്കും. അതായത് ലോകം മുഴുവൻ വലിയ അസമാധാനത്തിലേക്ക് നീങ്ങുകയാണ്. വലിയ അസമാധാനത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ആമേൻ, വലിയ അസമാധാനം, ലോകം മുഴുവൻ അസമാധാനം കൊണ്ട് കൊടുമ്പിരി കൊള്ളും. സാമ്പത്തിക പ്രതിസന്ധി വലിയ പ്രശ്നമാണ്. രാഷ്ട്രീയ പ്രതിസന്ധികൾ ഇതൊക്കെ സംഭവിക്കും. ഇതെല്ലാം സംഭവിക്കും. 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചു വലിയ വരൾച്ചകൾ പലയിടത്തും ഉണ്ടാകും, യുദ്ധങ്ങളുണ്ടാകും, യുദ്ധശ്രുതികൾ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്ന വലിയ സമാധാനം നഷ്ടപ്പെട്ട ഒരു സമയത്താണ് ഒരു മനുഷ്യൻ കയറി വന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം. ഒരിടയ്ക്ക് യൂറോപ്യൻ യൂണിയൻ 10 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇതാണ് കർത്താവിൻ്റെ വരവിൻ്റെ അടയാളം എന്ന് പറഞ്ഞു. അപ്പം 10 രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് യൂറോപ്പിൽ പൊതു കറൻസി യൂറോ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരുപക്ഷെ ലോകം മുഴുവൻ പൊതു കറൻസി ഉണ്ടായേക്കാം. അതൊക്കെ അന്തിക്രിസ്തുവിൻ്റെ തന്ത്രങ്ങളിൽ ഒന്നാണ്. ലോകം മുഴുവൻ സമാധാനം, ലോകം മുഴുവൻ ഒരേ കറൻസി, ഗ്ലോബൽ
ഗ്ലോബലൈസേഷൻ അതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സാധനങ്ങൾ മേടിക്കാൻ കഴിയും. ഇനി അമേരിക്കയിലോ ജർമ്മനിയിലോ യൂറോപ്പിലോ എവിടെയോ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിലെ ബാങ്കിങ് നടത്താൻ പറ്റും. ഞാൻ ഇനിയിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ബാങ്കിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. എനിക്ക് റിസർവേഷൻ ചെയ്യണമെങ്കിലോ എനിക്ക് പൈസ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമല്ലോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങും പോകേണ്ട, വീട്ടിലിരുന്ന് വെച്ചാൽ മതി. ഇതൊക്കെ ഒരു ഏകജാലകം, ഏക ലോകത്തിൻ്റെ ഒരു കൺസെപ്റ്റ് മുഴുവൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ വരവിനെപ്പറ്റി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ സംഭവിക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആധാർ കാർഡിനെ പറ്റി പറഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു നന്ദൻ നീലക്കനിക്ക് വേണ്ടി, നീലക്കനി എന്ന് പറയുന്ന ആളാണ് ഇത് കൊണ്ടുവന്നതെന്നാണ് പുള്ളി അതിൻ്റെ ഐഡിയ. അപ്പോൾ നീലക്കനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥന നടന്നു. ആധാർ കാർഡ് വന്നപ്പോൾ ചില ദൈവമക്കൾ അത് എടുക്കാൻ മടിച്ചു. കാരണം അതിനകത്തൊരു നമ്പറുണ്ട്. ആ നമ്പർ ചേർത്ത് നോക്കിയാൽ 666. അതുകൊണ്ട് നമ്മളത് എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്നോട് വന്ന് ചിലർ സംശയമൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി എനിക്ക് അത്ര അറിയത്തില്ല, പിന്നെ ഇത് വന്നാൽ ഇപ്പം നമ്മൾ എടുക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ അല്ലാതെ ഒരു ക്ലിയർ മറുപടി പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ലോകത്ത് പലതും സംഭവിക്കുന്നത് ആ ഒരു പോയിന്റിലേക്കാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഇനി ആരും ആധാർ കാർഡ് എടുക്കത്തില്ലെന്ന് പറയരുത്. ഇനി ആധാർ കാർഡ് എടുത്തില്ല ഗ്യാസ് കിട്ടത്തില്ല. ഗ്യാസ് എന്ന് മാത്രമല്ല റേഷൻ കിട്ടത്തില്ല. ഇനി ആധാർ കാർഡ് ഇല്ലാതെ ഒരു സാധനം കിട്ടത്തില്ല. ആ ഒരു ലൈനിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ. അത് പറയാൻ വേണ്ടിയാണ്. ആധാർ കാർഡ് എടുത്തില്ല ഗ്യാസ് കിട്ടുമോ? ഇനി ബാങ്കിൽ ഒരു അക്കൗണ്ട് പുതുതായിട്ട് തുടങ്ങി ആധാർ കാർഡ് ഇല്ലാതെ പറ്റുമോ? നേരത്തെ പാൻ കാർഡ് വന്നപ്പോൾ നമ്മൾ ഓർത്ത് പാൻ കാർഡ് കൊണ്ട് പരിപാടിയെല്ലാം തീരുമെന്ന്. പാൻ കാർഡിനൊന്നും ഇനി സ്ഥാനമില്ല. ആധാർ കാർഡിൽ കംപ്ലീറ്റ് വിവരങ്ങളാണ്. ആമേൻ. ഞാൻ എവിടെയെങ്കിലും പോയാൽ എൻ്റെ ഡോക്ടറിന് മംഗലാപുരത്തിരുന്ന എൻ്റെ ഡോക്ടർ ആരാ? എൻ്റെ ഡോക്ടർ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് ലോകത്ത് എല്ലാ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡോക്ടർ എന്നെ കാണുകയാണ്. ഞാൻ അമേരിക്കയിൽ ഒരു കോൺഫറൻസിലിരിക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടറിന് മനസ്സിലായി എൻ്റെ BP 120 വേണ്ടിയെടുത്ത് 110 ഉള്ളൂ. ഉടനെ ഡോക്ടർ എനിക്കൊരു ഒരു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അതിനുള്ള പ്രത്യേക ക്രമീകരണം ഉണ്ട്. അവിടുന്ന് ഒരു മെസ്സേജ് ആയി നിൻ്റെ BP കുറവാണ്. അപ്പോൾ അതിനുള്ള മരുന്നെല്ലാം പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ഏത് രോഗമാണെങ്കിലും, വലിവുണ്ട്, നെഞ്ചത്ത് കഫമുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ക്യാൻസർ, ഇപ്പം എല്ലാം ലേറ്റസ്റ്റ് സ്റ്റേജിലാണല്ലോ എല്ലാവരും കണ്ടുപിടിക്കുന്നത്. ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നു. പക്ഷേ ഈ കണ്ടുപിടിക്കുന്ന രോഗി ഇവിടെ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ മുഴുവൻ ഡീറ്റെയിൽസും ഒരിടത്ത് കളക്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാനിത് പറയുന്നുണ്ടെങ്കിൽ പലർക്കും ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് തോന്നും. നടക്കുന്ന കാര്യമല്ലെന്ന് അവിശ്വസിക്കേണ്ട. 2000 മുതൽ അമേരിക്കയിൽ ഈ പരിപാടിയുണ്ട്. അതുകൊണ്ട് ഇനി അതിനെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യത്തെ മാത്രമാണ് ഞാനിപ്പോൾ പോയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നെറ്റിമേലോ കൈമേലോ മുദ്രയില്ല എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ വെച്ച് എഴുതുകയാണ്. അന്തിക്രിസ്തുവിൻ്റെ മുദ്ര നെറ്റിമേലോ കൈമേലോ ഇല്ലാതെ കാര്യങ്ങളൊന്നും നടക്കുകയില്ലെന്ന് പറയുകയാണ്. അവിടെ വെച്ച് യോഹന്നാന് കർത്താവ് കൊടുത്ത ദർശനം കറക്റ്റാണോ എന്ന് പലരും സംശയിച്ചിരുന്നു. ചിലർ പറഞ്ഞു യോഹന്നാൻ സ്വപ്നം കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു. ഇനി സ്വപ്നവും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. യോഹന്നാന് കർത്താവ് കൊടുത്ത വെളിപ്പാടനുസരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയില്ലാതെ. ഇപ്പോൾ സയൻസ് പറയുന്നത് നമുക്ക് ഈ ഒരു ചെറിയ ഗ്രെയിൻ അല്ലെങ്കിൽ ഒരു നെൽമണി പോലെ ഒരു സാധനം ഉണ്ടാക്കും, സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. ഗ്രെയിൻ ഉണ്ട്, അത് നമ്മുടെ ശരീരത്തിൽ പിടിപ്പിക്കുമ്പോഴാണ് ആ സാധനത്തിൽ കൂടാണ് ഈ കണക്ഷൻസ് എല്ലാം ഇങ്ങനെ നടക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ അത് നെറ്റിക്ക് പിടിപ്പിച്ചാലോ ദേഹത്ത് എവിടെ വേണമെങ്കിലും നമുക്കത് പിടിപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേദപുസ്തകത്തിൽ പറയുന്നത് നെറ്റിയിലോ കൈമേലോ പിടിപ്പിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന അനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയുള്ളല്ലോ. എന്നാൽ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, വേദപുസ്തകത്തിൽ പറയുന്നത് നേരെ വിപരീതമായിട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവിടെ വെച്ചാൽ ഈ സാധനം ചാർജ് ചെയ്യണ്ടേ? തന്നെത്താൻ ചാർജ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിത്. ഈ യോഹന്നാൻ ഈ വെളിപ്പാട് എവിടുന്ന് കിട്ടി? ആമേൻ. അതാണ് പരിശുദ്ധാത്മ പ്രവർത്തനത്തിൻ്റെ വലിയൊരു അടയാളം നമ്മൾ അവിടെയാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ ഓൾറെഡി അത് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ പത്രങ്ങളിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ 666 ഇന്ന് തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. എന്നാൽ ഈ നെറ്റിയിലോ കൈമേലോ പതിപ്പിക്കുന്ന പരിപാടി ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ആധാർ കാർഡ് കുറച്ച് നാളെ കഴിഞ്ഞിട്ട് ഈ കാർഡൊക്കെ മാറും, പേപ്പറുകൾ ഇല്ലാതാകും. പേപ്പറൊക്കെ മാറിയിട്ട് ആധാർ കാർഡ് ഈ രൂപത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് വരും. ആമേൻ. ഇവിടെ ഒരു ചോദ്യം, ഇത് സംഭവിക്കുന്നതിന് മുമ്പേ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. സഭ എടുക്കപ്പെടണം ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിർമ്മലരായിട്ട് ജീവിക്കുന്നവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ആമേൻ. നിർമ്മലരായിട്ട് ജീവിക്കുന്ന ലോകത്തിൻ്റെ മാലിന്യങ്ങളോട്. ആ 14-ാം അധ്യായത്തിൽ ഒരു കാര്യം പറയണം, അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവരെന്ന് പറയുമ്പോൾ ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? സ്ത്രീകളോട് ചേർന്ന് മാലിന്യപ്പെടാത്തതെന്ന് പറയുമ്പം ആത്മീയമായ അർത്ഥത്തിൽ വളരെ സിമ്പിൾ, ലോകത്തോടു കൂടി ചേരാത്തവരെയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവമക്കളെ, ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ ആത്മീയത നമ്മൾ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ അറിയേണ്ടത്. നമ്മൾ ലോകത്തിൻ്റെ അട്രാക്ഷനിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ബൈബിൾ സ്റ്റഡിയിൽ വളരെ എംഫസൈസ് ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് ലോകത്ത് പണമോ
നമുക്ക് അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളല്ല നമുക്കില്ലാതെ പോകുന്നത്. നമുക്കില്ലാതെ പോകുന്നത് ഈ തലമുറയിൽ, ഈ നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ ഈ പട്ടണത്തിൽ നമുക്കില്ലാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമയമാണ്. നമുക്ക് തീരെ ഇല്ലാത്ത ഒരു കാര്യം സമയമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് സമയമില്ലാത്തത്? സമയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആത്മീയ പ്രവർത്തനത്തിന് സമയമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു. ഒരു വീട് വിസിറ്റ് ചെയ്യാനോ, ഒരു പ്രയറിന് പോകാനോ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കാനോ നമുക്ക് സമയമില്ല. ഈ പ്രായമുള്ള ആളുകളെ നോക്കിയാൽ അവർ വീട്ടിലിങ്ങനെ മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ഇന്നത്തെ തലമുറയിലെ ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? വി ആർ എൻഗേജ്ഡ് വിത്ത് ദ വേൾഡ്. ലോകത്തോടുകൂടെ നമ്മളിങ്ങനെ ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തത്. നമ്മൾ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് ഇരുന്ന് കണ്ണടയ്ക്കുമ്പോൾ തന്നെ മനസ്സിൽ കൂടെ 100 കൂട്ടം ചിന്തകളാണ് കടന്നു പോകുന്നത്. ശരിയല്ലയോ? 100 കൂട്ടം ചിന്തകളാണ്, എന്തോ ചിന്തകളാണ് കടന്നു പോകുന്നത്. ലോകത്തിൻ്റെ ചിന്തകളാണ് പറയുന്നത്. ലോകത്തിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ, ഇവിടെ പറയുന്നത് യേശുക്രിസ്തുവിനോട് നടക്കുന്ന മണവാട്ടിക്ക് അവർ ലോകത്തോടുകൂടെ ചേരാത്തവരാണ്. ലോകം എന്നുള്ളതിന് പകരം സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരിമാരെ അല്ല ഉദ്ദേശിക്കുന്നത്, ലോകത്തോടുകൂടെ ചേരാത്തവരാണ്. അവർ ദൈവസന്നിധിയിൽ ഇരുന്നാൽ അവർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. ചില ആളുകൾ പറയാനുണ്ട്, സാരമില്ല, ശ്രദ്ധയൊന്നും ഇല്ലെങ്കിൽ സാരമില്ല, നമ്മൾ ഒക്കുന്ന പോലൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. നോ 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 നോ. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ഒരു മണവാട്ടിയെ കെട്ടാൻ ഈ ലോകത്തിൽ ഏതെങ്കിലും മണവാളന്മാർ തയ്യാറാകുമോ? അതല്ല, കുഴപ്പമൊന്നുമില്ല, അവിടെ ഹിസ്റ്ററിയൊക്കെ ഭയങ്കര പൂവറായിരുന്നു കേട്ടോ, അതൊന്നും സാരമല്ല, ഞാൻ കെട്ടിക്കോളാം. നമുക്ക് പഠിത്ത് അതൊന്നും സാരമല്ല, ഞാൻ കെട്ടിക്കോളാം എന്ന് ആരെങ്കിലും പറയുമോ? ഒരിക്കലും പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയുമോ ഊനമുള്ള ഒരു മണവാട്ടിയെ ഞാൻ കല്യാണം കഴിച്ചോളാമെന്ന്? പ്രാർത്ഥിക്കാൻ സമയമില്ല, വേദോത്വം വായിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ ഇനി ഇരുന്നാൽ തന്നെ 500 കൂട്ടം ചിന്തകളാണ് മനസ്സിൽ കൂടെ പോകുന്നത്. ഇങ്ങനെ ഒരാളെ കർത്താവ് മണവാട്ടി ആക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ആളുകൾ പറയാം അതൊന്നും സാരമില്ലെന്ന് പറയും. പക്ഷെ വേദോത്വത്തിൽ അങ്ങനെ കാണുന്നില്ല നമ്മൾ. വെരി സീരിയസ് തിങ്സ്. കർത്താവിന് വേണ്ടി മണവാട്ടി എന്ന് പറയുന്നത് ഊനമില്ലാത്ത, ലോകത്തോടുകൂടി ചേരാത്ത ആളിനെ. ഞാൻ ഇത്രയും മാത്രമേ ചോദിക്കുന്നുള്ളൂ, ലോകത്തോടുകൂടി ചേർന്ന ഒരു മണവാട്ടിയെ സ്വീകരിക്കാൻ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു മണവാളം തയ്യാറാകുമോ? ഒരു മണവാളം തയ്യാറാകത്തില്ല. അവൾക്ക് പണ്ടൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞാൽ എന്നാ വേണ്ടെന്ന് പറയുന്നത്. കല്യാണം ഉറച്ചു കഴിഞ്ഞിട്ട് അറിഞ്ഞ് അവൾക്ക് പണ്ടൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. എന്നാ ഇനി ചെറിയ അങ്ങ് മാറിയേക്കാം, പൈസയൊക്കെ ഒത്തിരി ചിലവായല്ലോ. പൈസയൊക്കെ പോട്ടെന്നേ, പൈസ ഒന്നും സാരമില്ല, നമുക്ക് ലോകത്തോടുകൂടി ചേർന്ന ഒരു മണവാട്ടിയെ വേണ്ട എന്ന് ലോകത്തിലെ ഏതൊരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ പറയുന്നത് പോലെ തന്നെ കർത്താവ് നോക്കുന്നു. ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞേക്കുന്നത് അവർ കന്യകയാണ് വേണ്ടിയത് കർത്താവിന്. ആമേൻ. കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അതായത് യേശുക്രിസ്തു പോകുന്നിടത്തൊക്കെയും നമുക്ക് പോകാൻ, യേശുക്രിസ്തു പോകുന്നിടത്തൊക്കെയും പോകാൻ സാധിക്കുന്നവരായിരിക്കണം ഒരു കുഞ്ഞാട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലോകത്തോടുകൂടെ മാലിന്യപ്പെടാത്ത ഒരു മണവാട്ടിയാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അങ്ങനെ വന്നാലേ പറ്റൂ. എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്നിങ്ങനെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, കർത്താവ് നിങ്ങളെ വാഴ്ത്തി നുറുക്കും എന്നൊക്കെ ഇങ്ങനെ ഞായറാഴ്ച ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. അത് കേൾക്കാൻ ഭയങ്കര സുഖമാണ്, നമുക്ക് സന്തോഷമാണ്. നമ്മൾ അങ്ങനത്തെ പ്രസംഗം കേട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വരവിനെ നമ്മൾ എവിടെയോ മറന്നു കളഞ്ഞു. ഇന്ന് നമുക്ക് ഏറ്റവും ആത്മീയ ചൈതന്യം പകരുന്ന മെസ്സേജ്, പാട്ട് എന്ന് പറഞ്ഞാൽ ശത്രുക്കളല്ല ഛിന്ന ഭിന്നമായി പോകുമെന്ന് പറയുന്ന പാട്ട് പാടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആമേൻ. പിന്നെ വേറെ ചില പാട്, അത്ഭുതം വരുന്നുണ്ടോ, നിന്റെ അത്ഭുതം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. പക്ഷെ അതൊക്കെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. അതല്ല ഇതിൻ്റെ ക്രീം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് അതല്ല. ഈ അത്ഭുതം വരുമോ, ശത്രുക്കൾ എതിലേക്കോ പോവോ, എൻ്റെ ദൈവത്താൽ നിശ്ചയം എന്നൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവാണ്. കർത്താവിൻ്റെ വരവെങ്കിൽ ചേർക്കപ്പെടുന്നത് ഒരു ഊനമില്ലാത്ത, മാലിന്യമില്ലാത്ത, നിർമ്മലമായ കന്യകയാണ് കർത്താവ് ചേർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പണ്ട് കാലത്തെ ആൾക്കാർക്കൊക്കെ ഇത് പ്രസംഗിക്കാൻ ഭയങ്കര ധൈര്യമായിരുന്നു. ഇപ്പോൾ എന്നെപ്പോലുള്ളവർക്ക് ഇത് പ്രസംഗിക്കാൻ അത്ര ധൈര്യമില്ല. എന്നെപ്പോലുള്ളവർക്ക് അത്ര ധൈര്യമില്ല ഇത് പ്രസംഗിക്കാൻ. കാരണം ഇത് കേൾക്കുമ്പോൾ പല ആളുകൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. ഇതല്ല, നമ്മൾ ഇത് പ്രതീക്ഷിച്ചല്ല ഞായറാഴ്ച. ഞങ്ങൾക്ക് ഇച്ചിരി ആശ്വാസമാണ് വേണ്ടത് ഞായറാഴ്ച. ഇതാണ് ഏറ്റവും വലിയ ആശ്വാസം. കർത്താവിൻ്റെ വരവാണ് ഏറ്റവും വലിയ ആശ്വാസം. അതുകൊണ്ട് നെറ്റിമേലോ കൈമേലോ മുദ്ര കിട്ടുന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നെറ്റിമേലോ കൈമേലോ മുദ്ര കിട്ടുന്ന ഒരു സമയം ഉണ്ടാകും. അതിനു മുമ്പ് കർത്താവിൻ്റെ വരവ് സംഭവിക്കും. ചിലർ പറയുന്നു അത് കഴിഞ്ഞിട്ടായിരിക്കും. അത് അല്ല ഇപ്പം നമ്മുടെ വിഷയം. അപ്പം നെറ്റിമേലോ കൈമേലോ മുദ്ര ഉണ്ടാകും. 666 എന്ന് പറയുന്ന മുദ്ര നമ്മുടെ നെറ്റിക്ക്, അല്ലെങ്കിൽ അന്തിക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ആളുകളുടെ നെറ്റിക്ക് അല്ലെങ്കിൽ കയ്യിലുണ്ടാകുന്ന ഈ പച്ച കുത്തുന്ന പോലാന്നൊക്കെ ചിലർ പറയും. ടാറ്റു എന്ന് പറയുന്ന പോലാന്ന് ചിലർ പറയുന്നു. വേറെ ചിലർ പറയുന്നു അല്ല, ഒരു നെൽമണിയാണ് എന്നൊക്കെ പറയുന്നു. അപ്പം ഈ 666 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് എന്താ ഇത്ര പ്രത്യേകത? അന്തിക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ കാണിക്കാൻ ഒരു നല്ല ഒരു സംഖ്യയാണത്. കാരണം ഈ 6 എന്ന് പറയുന്നത് എപ്പോഴും ഇംപെർഫെക്ഷൻ്റെ സംഖ്യയാണ്, അല്ലെങ്കിൽ അപൂർണതയുടെ സംഖ്യയാണ് 6 എന്ന് പറയുന്നത്. 3 6 എന്ന് പറയുമ്പോൾ
അസമ്പൂർണത എന്നുള്ള അർത്ഥമാണ്. കംപ്ലീറ്റ് ഇൻകംപ്ലീറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഇത്. അത് നമുക്ക് ഒരർത്ഥമാണ്, വേറെ പല അർത്ഥങ്ങളും കാണാം. ഞാൻ പിന്നെ ചെറിയൊരർത്ഥം ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 6, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് 6-ാമത്തെ ദിവസമാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം 7 എന്ന് പറയുന്നത് പെർഫെക്ഷൻ്റെ സംഖ്യയാണ്. 7 എന്ന് പറയുന്നതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പെർഫെക്ഷൻ. അതുകൊണ്ട് ഏതെങ്കിലും 6-ാം ദിവസം ജനിച്ചവർ, ജനുവരി 6, ഫെബ്രുവരി 6-നൊക്കെ ജനിച്ചവരുണ്ടെ മനസ്സിലാക്കണം ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഡേറ്റ്. 7 രക്ഷപ്പെട്ടു. എൻ്റെ 7 കേട്ടോ. ഓക്കെ ഓക്കെ. സോ അതുകൊണ്ട് 6 എന്ന് പറയുന്നത് ഒരു ഇംപെർഫെക്ഷൻ്റെ സംഖ്യയാണ്. പാപിനിയായ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ശമരിയാക്കാരിയായ സ്ത്രീയെ യേശുക്രിസ്തു കാണുന്ന സമയത്ത് അവളോട് ചോദിച്ചു, നിനക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല എന്ന് പറഞ്ഞപ്പം അവൾ പറഞ്ഞു, നിനക്ക് 5 പേര് ഓൾറെഡി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരാൾ ഉണ്ട് നിൻ്റെ കൂടെ, അത് 6-ാമത്തെ എന്ന് പറഞ്ഞിട്ട് അവളോട് പറഞ്ഞു, ഇതെല്ലാം മാറ്റിക്കോ, ഞാൻ നിൻ്റെ ഭർത്താവായിട്ട് നിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിന്റെ ജീവിതം മാറി. യേശുക്രിസ്തു അവളുടെ 7-ാമത്തെ ഭർത്താവായിട്ട് അവളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് സമ്പൂർണ്ണതയായി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ 7 എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് വളരെ സമ്പൂർണ്ണതയുടെ ഒരു സംഖ്യയാണ്. അതുകൊണ്ട് 6, 6, 6 എന്ന് പറയുമ്പോൾ 6 എന്ന് പറയുന്ന ഇംപെർഫെക്റ്റ് സംഖ്യയാണ് ഈ മനുഷ്യന് കൊടുത്തിരിക്കുന്നത്, അതായത് അന്തിക്രിസ്തുവിന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്തിക്രിസ്തു ഒരു സാധാരണ മനുഷ്യനായിരിക്കും, അത് ആരുമാകാം. മനുഷ്യരല്ല തീരുമാനിക്കുന്നത് ഇത് ആരെ അന്തിക്രിസ്തു ആകാൻ പോകുന്നതെന്നും. ഒരു പക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആയാലോ, ഏതെങ്കിലും ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനായിരിക്കും അന്തിക്രിസ്തു ആകുന്നത്. പക്ഷെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ്റെ മേൽ ഒത്തിരി കഴിവുകൾ പിശാച് അങ്ങോട്ട് വാരി വെതറും. അതുകൊണ്ടാണ് മൈക്കിൾ ജാക്സനൊക്കെ വളരെ സൂക്ഷിക്കണമെന്ന് അന്നത്തെ ആളുകൾ പറഞ്ഞു. ലോകം മുഴുവൻ സ്വാധീനിക്കാൻ കഴിവുള്ള ആളാണ്. ചില പണ്ഡിതന്മാർ പറയുന്നത് ഈ അന്തിക്രിസ്തുവിൻ്റെ പ്രത്യേകത ഒന്ന് ഭയങ്കര ഒറേറ്റർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പ്രസംഗങ്ങൾ കൊണ്ട് ലോകത്തെ മുഴുവൻ കീഴടക്കളെ. അയാൾ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞ് അതിലേക്ക് ആൾക്കാരെ വശീകരിക്കാൻ ഭയങ്കരമായ കഴിവ് അയാൾക്കുണ്ടായിരിക്കും. ഒന്ന്, ഹി വിൽ ബി ആൻ ഒറേറ്റർ, ഗ്രേറ്റ് ഒറേറ്റർ. മറ്റൊന്ന്, ഹി വിൽ ബി ആൻ എക്കണോമിസ്റ്റ്. അത് പറയുമ്പോൾ മൻമോഹൻ സിംഗിന് സാധ്യത വരുന്നില്ല. ഭയങ്കര സാമ്പത്തിക വിദഗ്ധനായിരിക്കും എന്നാണ് പറയുന്നത്. ലോകം മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്ത കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ, ലോകത്തെ മുഴുവൻ തൻ്റെ കീഴിൽ നിർത്താൻ കഴിവുണ്ടായിരിക്കും. അതിനോട് ചേർന്ന് വേറെ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പിശാച് വരും, പിശാചിൻ്റെ സമ്പൂർണ്ണ ശക്തിയോടുകൂടി. കാരണം അന്തിക്രിസ്തുവിൻ്റെ കയ്യിൽ ലോകമായി കഴിഞ്ഞാൽ പിന്നെ പിശാചിൻ്റെ വാഴ്ചയാണ് നടക്കുന്നത്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ചില ദൈവമക്കൾ അവിടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് പിശാചിൻ്റെ ആ ഒരു ഇത് വെളിപ്പെടാത്തത്. ആമേൻ. നമ്മളെ പോലെയുള്ള ദൈവമക്കൾ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പിശാചിൻ്റെ പരിപാടികൾ അത്രത്തോളം നടക്കുന്നിടത്ത് അവൻ ശരിക്കങ്ങ് നടത്തിക്കളയും. എന്നാൽ പ്രാർത്ഥിക്കുന്ന ചില ആളുകൾ ഉള്ളത് കൊണ്ടാണ് പിശാചിൻ്റെ തന്ത്രങ്ങൾ അധികം നടക്കാത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം നമ്മുടെ പ്രാർത്ഥന ലോകത്തില്ലാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ദൈവമക്കളുടെ പ്രാർത്ഥന ലോകത്തില്ലാതെ വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവെങ്കിൽ മണവാട്ടി പോയി കഴിഞ്ഞു, പിന്നെ ആരാ പ്രാർത്ഥിക്കുന്നത്? അത് കഴിഞ്ഞ് ഹാഫ് വിശുദ്ധന്മാരൊക്കെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പക്ഷേ അതിനൊന്നും ശക്തിയില്ല, കാരണം അവർ ഹാഫ് ഓൾറെഡി പിശാചിൻ്റെ കയ്യിലാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിർമ്മലമായിരിക്കണം. നിർമ്മലമായിട്ടുള്ള, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നിർമ്മലമല്ലാതെ ജീവിക്കുന്നവർ ഹാഫ് പിശാചിൻ്റെ കയ്യിലാണ്, ഹാഫേ ഉള്ളൂ ദൈവത്തിൻ്റെ കയ്യിൽ. നമുക്കിങ്ങനെ അവകാശവാദങ്ങൾ, ഞാൻ രക്ഷിക്കപ്പെട്ടു, യേശു ക്രിസ്തുവിൻ്റെ രക്ഷകനാണ്. പക്ഷെ നമ്മുടെ പ്രവൃത്തികൾ ലോകത്തിൻ്റെ പിശാചിൻ്റേതാണെങ്കിൽ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ കഴിയുകയില്ല. പലരും ഉണ്ടല്ലോ ആത്മഹത്യ ചെയ്യുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാതെ പോകുമ്പോഴാണ്. കാരണം പല ഉപദേശിമാർ മാത്രമല്ല, പല വിശ്വാസികളും വലിയ ക്ലെയിംസ്, ഞാൻ കർത്താവിൻ്റെ വരവെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രസംഗിച്ച് കർത്താവ് പെട്ടെന്ന് വന്നു, എല്ലാവരും പോയി ഞാൻ മാത്രം ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക, എന്തൊരു സാഡ് സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു വിധിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആത്മഹത്യ. പലരും പോയി ആ സമയത്ത് ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞു. ചിലർ പറയും ഭൂമിയെ എന്നെ വിഴുങ്ങിക്കളയൂ എന്നൊക്കെ പറയുന്ന പറയുന്നത്, ഇല്ലയോ? ഓടുകയാണ്, വിഷമിച്ചോടുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പരീക്ഷയ്ക്ക് ജയിക്കുമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു, പരീക്ഷയ്ക്കെല്ലാം ജയിക്കും, വളരെ പ്രതീക്ഷയോടെ കേക്കൊക്കെ മേടിച്ച് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുക, എല്ലാവർക്കും കൊടുക്കാൻ. റിസൾട്ട് നമ്മൾ തോറ്റു പോയെന്നിരിക്കട്ടെ, അപ്പോഴത്തെ നമ്മുടെ മാനസിക സിറ്റുവേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വലിയ വിഷമമൊന്നും തോന്നത്തില്ല. അത് വിഷമം തോന്നുന്നത് എപ്പോഴാണെന്നറിയാമോ? അത് സംഭവിച്ചു കഴിയുമ്പോഴാണ്. അത് സംഭവിച്ചു കഴിയുമ്പോഴേ നമുക്ക് ആ ശരിക്കുള്ള പെയിൻ നമ്മുടെ ഹൃദയത്തിലോട്ട് വരത്തുള്ളൂ. ഇപ്പോൾ എത്ര പറഞ്ഞാലും അതൊക്കെ ഇങ്ങനെ പ്രസംഗകർ പറയുന്നതെന്നല്ലാതെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്നാൽ കർത്താവിൻ്റെ വരവ് സംഭവിക്കുക. നമ്മൾ പുറത്തോട്ട് നോക്കുന്നുണ്ടേ, അയ്യോ എല്ലാം പോയല്ലോ, എല്ലാവരും പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വിശുദ്ധനായിട്ട് ജീവിച്ച സമയത്ത് അത്രയും കള്ളു കുടിച്ചില്ല, ബീഡി വലിച്ചില്ല, ഇടയ്ക്കിടയ്ക്ക് യോഗത്തിനൊക്കെ പോകുമായിരുന്നു, എല്ലാം നഷ്ടമായല്ലോ, കർത്താവ് വന്നു പോയി, കർത്താവ് ഒന്നുകൂടെ വരാമോ? ഇല്ല, കർത്താവ് വരാൻ സാധ്യതയില്ല, വേദസ്വതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തോ ചെയ്യും, നാണക്കേടായല്ലോ. പിന്നുള്ള മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയെ എന്നെ വന്ന് വിഴുങ്ങിക്കളയൂ, ആകാശമേ ഇടിഞ്ഞു വീഴൂ, ഞാനങ്ങ് മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാണവേദനയോട് ഓടുന്ന കാഴ്ചകൾ കാണുമെന്നാണ് വേദസ്വത്തിൽ പറഞ്ഞേക്കുന്നത് ആ സമയത്ത്. ആമേൻ. എല്ലാവരും അത് മനസ്സിലൊന്ന് എഴുതിയിട്ടുണ്ടേ.
പ്രാണവേദനയോടെ ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കർത്താവിൻ്റെ വരവ് കഴിയുമ്പോൾ. ഞാൻ എപ്പോഴും പേടിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പറയാം അങ്ങനെയൊന്നും നമുക്കുണ്ടാകത്തില്ല, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ് എന്നൊക്കെ പറയും. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ശാപമാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് നമ്മുടെ സഭകളിലുള്ള നല്ല ശതമാനം. പിന്നെ എങ്ങനെ കർത്താവിൻ്റെ വരവ് പോകുന്നത്? ഇപ്പോഴും ശാപത്തിൽ കിടക്കുക ഇല്ലേ? രക്ഷിക്കപ്പെട്ട് എത്ര വർഷമായി? 15 വർഷം. ഇപ്പോൾ ശാപമുണ്ടോ? പിന്നെ ശാപമൊക്കെ ഉണ്ട്. എവിടെ രക്ഷിക്കപ്പെട്ടെ? കർത്താവിൻ്റെ വരവ് പോകുമോ? ശാപം ഇങ്ങനെ കിടക്കുകയാണ്. സോ അതൊക്കെ പോട്ടെ, അതൊക്കെ എങ്ങനെ അവിടെ കിടക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യം എന്നെ ഏറ്റവും അധികം അലട്ടുന്ന ഒരു കാര്യമാണ്. ഞാനത് ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ എന്നെ തന്നെ താരതമ്യം ചെയ്യാറുണ്ട്. ദൈവമേ, ഞാൻ ബൈ ചാൻസ് എടുത്തില്ല എന്നിരിക്കട്ടെ, എടുക്കപ്പെട്ടില്ല എന്നിരിക്കട്ടെ, അങ്ങനെ സംഭവിച്ചാൽ എന്തോ പറ്റും? ഭയങ്കര നാണംകേടായില്ലേ, ഷെയിമായില്ലേ? പിന്നെ ഈ ധനവാൻ നരകത്തിൽ കിടന്ന് കരഞ്ഞതുപോലെ കർത്താവെ ലാസറിനെ വിട്ട് എൻ്റെ തൊണ്ടയ്ക്ക് ഒരു അല്പം വെള്ളം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണമെന്നുള്ള അർത്ഥം നമ്മൾ അത്ര അവിടെ നിന്ന് ഉൾക്കൊണ്ടാൽ മതി. ആമേൻ. അതുപോലത്തെ ഒരു സാഹചര്യം ഒരിക്കലും ദൈവമക്കൾക്കുണ്ടാകരുത്. അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നതിൻ്റെ കാരണം ഇത് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് പറയാൻ എനിക്ക് കഴിയും. ഞാൻ സോഫ്റ്റായിട്ട് പറയാതെ വളരെ കട്ടിയോടുകൂടി പറയുന്നതിൻ്റെ കാരണം കട്ടിയോടുകൂടി ഒരു ആത്മീയ ജീവിതമായിരിക്കണം നമ്മൾ നയിക്കുന്നത്. ആമേൻ. ഇതെൻ്റെ വാക്കുകളല്ല, ഇത് വേദപുസ്തകത്തിൽ പറയുന്ന വാക്കുകളാണ്. കട്ടിയോടുകൂടിയ ആത്മീയ ജീവിതം നമ്മൾ നയിക്കുന്നവരായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം ഇതുപോലെ വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ 666 എന്ന് പറയുന്ന സംഖ്യ, 6 എന്ന് പറയുന്ന ഇംപെർഫെക്ഷൻ്റെ സംഖ്യയാണ് ഈ ദുരാത്മാവിന് അല്ലെങ്കിൽ പിശാച് അല്ലെങ്കിൽ അന്തിക്രിസ്തു ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ കണ്ണ് തുറന്ന് നമ്മൾ നോക്കണം. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കണം. കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരും ഭയപ്പെടാനല്ല ഞാനിത് പറയുന്നത്. ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച സമയത്ത്, ഇപ്പോൾ അതിനെപ്പറ്റി ആരും ഒന്നും പറയത്തില്ല. കമ്പ്യൂട്ടറിന് ഓരോ ഇംഗ്ലീഷ് അക്ഷരമാലയ്ക്കും ഗ്രീക്ക് അക്ഷരമാലയ്ക്കും ഹീബ്രു അക്ഷരമാലയ്ക്കും ഒക്കെ ഓരോ ന്യൂമറിക്കൽ വാല്യൂ, ഒരു ഗണിത അത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എയ്ക്ക് 6 എന്ന വില, ബി 12, അതിൻ്റെ 6ൻ്റെ ഗുണിതങ്ങളായിട്ട് നമ്മളങ്ങോട്ട് കൂട്ടി നോക്കിയാൽ ഏറ്റവും അവസാനം സി എന്ന് പറയുന്നത് 18, CO ഓയുടെ എത്ര എന്നറിയത്തില്ല, അത് കൂട്ടി നോക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളങ്ങോട്ട് വായിച്ചു നോക്കിയാൽ എത്ര സംഖ്യ വരുന്നതെന്ന് അറിയാമോ? 626 വരും. അല്ലെങ്കിൽ ഇന്ന് സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും വീട്ടിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി ഒരു കാര്യം മനസ്സിലാക്കി, നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കാര്യങ്ങൾ ആ നിലയിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് 666 എന്ന് പറയുന്ന സംഖ്യയ്ക്കല്ല പ്രശ്നം, അത് നമുക്കൊരു സൂചനയാണ്. അതായത് പിശാചിൻ്റെ ആ ഒരു കൺട്രോള്, അന്തിക്രിസ്തുവിൻ്റെ കൺട്രോള് നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ച് കഴിഞ്ഞു എന്നുള്ള അതാണ് നമ്മൾ മനസ്സിലാക്കി. ലോകം മുഴുവൻ കാണുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും അധികം എതിർക്കുന്ന ഒരു കാര്യമാണ് ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഗ്ലോബിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ചെന്ന് വ്യാപാരം ചെയ്യാമെന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാം കൺട്രോൾ എന്തായാലും ഒരാളുടെ കയ്യിലാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ഗ്ലോബൽ അതോറിറ്റി എന്ന് പറയുന്നത് UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, അതിന് എത്രത്തോളം ശക്തിയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഫൈനൽ വോയിസ് ഇല്ല. എന്നാൽ ഈ ഗ്ലോബ് ആഗോള തലത്തിൽ ഒരു ഫൈനൽ വോയിസ് പറയാൻ കഴിയുന്ന ഒരാൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇപ്പോൾ തന്നെ ആഗോളവൽക്കരണത്തിൻ്റെ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ ലോകത്ത് എവിടെ കിട്ടുന്ന സാധനങ്ങളും കിട്ടും. ഇനിയിപ്പോൾ അത് അവൈലബിൾ അല്ലെങ്കിൽ പോലും നമ്മൾ പേടിക്കേണ്ട, അവിടെ പറഞ്ഞാൽ മതി, അവരത് ഒരാഴ്ചയ്ക്കകം സംഭവം നമ്മുടെ വീട്ടിലെത്തിച്ച് കഴിയും, അതിൻ്റെ പൈസ കൊടുത്താൽ മതി. അപ്പോൾ ഈ ലോകം മുഴുവൻ അങ്ങ് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലയോ? എൻ്റെ ഒരു ഫ്രണ്ട് ബൊളീവിയയിലുണ്ടായിരുന്നു, അടുത്ത ഫ്രണ്ട്. ആ ഫ്രണ്ട് ബൊളീവിയയിലുണ്ടപ്പോൾ ഞാൻ ലെറ്റർ അയക്കുമായിരുന്നു. അപ്പോൾ ഒരു ലെറ്റർ ഇവിടുന്ന് അയച്ചാൽ 1 മാസം എടുക്കും അത് ബൊളീവിയ ചെല്ലാൻ. 1 മാസം കഴിഞ്ഞിട്ട് ബൊളീവിയ ചെന്നിട്ട് അവിടുന്ന് റിപ്ലൈ എടുത്തിട്ട് അതിവിടെ വരാൻ അടുത്ത 1 മാസം. അപ്പം നമ്മൾ 2 മാസം കൂടുമ്പോഴാണ് ഇപ്പോൾ എന്നെ കിട്ടിയ ഓട്ടനെ അങ്ങ് റിപ്ലൈ അയക്കുകയാണ്. ഇച്ചിരി സമയമൊക്കെ എടുക്കും. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ 2 മാസം നിയമപ്രകാരം വേണം, അല്ലെങ്കിൽ ഒരു 2.5 നമ്മുടെ ഉഴപ്പനുസരിച്ച് അത് ഇച്ചിരി മുമ്പോട്ടും പോകും, ഇല്ലയോ? അപ്പോൾ അതിന് കുറച്ച് നാളും കൂടെ മുമ്പായിരുന്നെങ്കിലോ നമുക്ക് അതിൽ സമയമെടുക്കുമായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ അടുത്ത സംസ്ഥാനത്തേക്ക് ഒരു ലെറ്റർ അയക്കാൻ പോലും സമയമെടുക്കും. ഇപ്പോൾ എങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നത്? നമുക്ക് മൊബൈൽ എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈലിൽ കുറച്ചുകൂടെ പൈസ ആകും. ഫേസ്ബുക്ക് ഫ്രീ ആണേ. ഫേസ്ബുക്കിൽ ലോകത്ത് എവിടെ വേണമെങ്കിലും ഒരു മെസ്സേജ് അയക്കാനോ ഒരു കാര്യം പറയാനോ, ഇനി ഫേസ്ബുക്കും പോട്ടെ, സ്കൈപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നമുക്ക് ലോകത്ത് എവിടെ ഇരിക്കുന്ന ആളിനെ നേരിട്ട് കണ്ടുകൊണ്ട് വർത്താനം പറയാം. ഇനി സ്കൈപ്പും വേണ്ട, നമ്മുടെ മൊബൈലിൽ തന്നെ കാണാമല്ലോ, കണ്ടുകൊണ്ട് വർത്താനം പറയാം. അപ്പോൾ ലോകം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ചെറുതാകുന്നതിൻ്റെ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ഒരാളുടെ കൺട്രോളിൽ വരണം. ഒരാളുടെ കൺട്രോളിലേക്ക് വരാൻ വേണ്ടി ലോകം മുഴുവൻ ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്കൈപ്പും ഈ പറയുന്ന പരിപാടികളെല്ലാം നമ്മൾ ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മളങ്ങ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ ലോകത്തെ മുഴുവൻ ചെറുതാക്കി കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയാമോ? ഇത് മുഴുവൻ ഒരാളുടെ കൺട്രോളിലേക്ക് വരാനാണ്. ആ ആളിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് ആൻറ്റി ക്രൈസ്റ്റ്. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ, ഞാൻ ക്രിസ്തുവാണ് എന്ന അവകാശവാദവുമായിട്ട് വന്ന് ക്രിസ്തു ചെയ്തതുപോലെ കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളെല്ലാം ക്രിസ്തുവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവിടെ ഒത്തിരി തെറ്റിദ്ധാരണ പരത്തി ആൾക്കാരെ അയാളുടെ കൂടെ കൊണ്ടുപോകും. അതിനാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്.
ക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്താണ് അന്ത്യക്രിസ്തു ഭരിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പുറമെ നോക്കുമ്പോൾ ഇതെല്ലാം ഒന്നാന്ന് തോന്നും, ഇത് ക്രിസ്തു ചെയ്യുന്നത് പോലെ തന്നെ അന്ത്യക്രിസ്തു ചെയ്യുന്നു. ഇയാൾ ഒരു മനുഷ്യനാണെന്നല്ലേ ഉള്ളൂ, പക്ഷേ അയാൾക്ക് എന്തോ ഒരു ഭയങ്കരമായ കഴിവാണ്. നമ്മൾ ഈ കഴിവുള്ള ആളുകളുടെ പുറകെ പോകാൻ മനുഷ്യരെല്ലാവരും ഭയങ്കര മിടുക്കരാണല്ലോ. ഏതെങ്കിലും ഒരാൾ അമൃതാനന്ദമായി കഴിവുണ്ട്, ഉടനെ എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടി. അത് കഴിഞ്ഞ് പറഞ്ഞ് സായിബാബയ്ക്ക് കഴിവുണ്ട്, എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇവിടെ ഭയങ്കര ഒരു പ്രോഫിറ്റ് അമേരിക്കയിൽ നിന്ന് വരുന്നു, സാമച്ചൻ പാസ്റ്റർ വരുന്നു, ഉടനെ എല്ലാവരും കൂടെ സാമച്ചൻ പാസ്റ്ററിൻ്റെ അടുക്കലോട്ട് ഓടി. അത് കഴിഞ്ഞ് ഓർത്തഡോക്സിലെ ഒരു അച്ഛൻ ഭയങ്കര സിദ്ധിയും ഭയങ്കര യോഗയൊക്കെ ചെയ്യുന്ന ഭയങ്കര ഒരു ടീമാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടി. അങ്ങനെ മനുഷ്യരെല്ലാം ഈ ഓട്ടക്കാരാണല്ലോ, അല്ലയോ? എവിടെ ഇത് കേൾക്കുന്നു അങ്ങോട്ട് ഓടും. അപ്പോൾ അന്ത്യക്രിസ്തു എന്ന് പറഞ്ഞ് ഞാൻ ലോകത്ത് മുഴുവൻ സമാധാനം തരാമെന്ന് പറയുമ്പോൾ മനുഷ്യരെല്ലാം കൂടെ അന്ത്യക്രിസ്തുവിൻ്റെ അടുക്കലോട്ട് ഓടി. ഓക്കെ, ഇങ്ങനെ ഓട്ടക്കാരാണ് മനുഷ്യരെല്ലാം ഫൂൾ ചെയ്യുക, ഇല്ലയോ? ഞാനിതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒത്തിരി പറയേണ്ടി വരും. പക്ഷെ ഒരു കാര്യം മാത്രം ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കാനാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ലോകത്ത് നടക്കുന്ന സാങ്കേതിക വളർച്ചയെക്കുറിച്ചൊന്നും ഒന്നും പറയാനുള്ള അറിവ് എനിക്കില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കാണുന്ന ഉടനെ വേദപുസ്തകവുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒന്നും നമുക്ക് ആർക്കും ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കും. ഇതിനെപ്പറ്റി ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുമൊന്നും വേണ്ട. നമ്മളിത് കാണുമ്പോഴൊക്കെ ഇത്ര മനസ്സിലാക്കിയാൽ മതി. വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ അക്ഷരീകമായിട്ട് അതുപോലെ തന്നെ നിവൃത്തിയാകുകയാണ്. അതിനൊരു മാറ്റവുമില്ലാതെ നിവൃത്തി ചെയ്യുകയാണ് വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു ശരീരമാണ്, പിന്നെ ഈ ശരീരത്തിനൊരു ആത്മാവുണ്ട് എന്നാണ് നമ്മളെ പലരുടെയും ജീവിതത്തിൻ്റെ നമ്മുടെ പോക്ക് കണ്ടാൽ തോന്നും. ഈ ശരീരം എങ്ങനെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിക്കണം, ഈ ശരീരത്തിന് ആവശ്യമായതെല്ലാം കൊടുക്കണം, ഈ ശരീരം ഒരിക്കലും ലജ്ജിക്കരുത്. ഈ ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മനുഷ്യരല്ലെങ്കിൽ ദൈവമക്കളെന്ന് പറയാം. മനുഷ്യരെ വിട്ടരുത്, മനുഷ്യരെല്ലാം അങ്ങനെ ദൈവമക്കളും അങ്ങനെ ജീവിക്കുന്നത്. ദൈവമക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമുക്കൊരു ദിവസം 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂറിൽ എത്ര സമയം നമ്മുടെ ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്നുണ്ട്? നമ്മൾ വിശ്വസിക്കുന്നത് നമുക്കൊരു ആത്മാവ്, ദേഹിയൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് 2 എടുക്കാം, ആത്മാവുണ്ട്, ശരീരമുണ്ട്. ദൈവമക്കളായ പലരും വിശ്വസിക്കുന്നതല്ലെങ്കിൽ പോലും അവരുടെ പ്രവൃത്തി ഞാനൊരു ശരീരമാണ്, ഒരു ആത്മാവ് എൻ്റെ ശരീരത്തിൽ ഇരിപ്പുണ്ട്. എന്നാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഒരാത്മാവായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവം നമുക്ക് തന്നത് ഒരു ആത്മാവാണ്. ആ ആത്മാവിന് വസിക്കാനുള്ള ഒരു ചെറിയ മന്ദിരമെന്ന് മാത്രമേ ഉള്ളൂ ഈ ശരീരം. ആത്മാവിരിക്കുന്ന ഒരു ശരീരം. അപ്പം നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? ശരീരത്തിന് വേണ്ടി ജീവിക്കുന്നു, ആത്മാവിന് വേണ്ടി ജീവിക്കുന്നു? ആത്മാവിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. പക്ഷെ നമ്മൾ ആർക്ക് വേണ്ടിയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? നമ്മൾ ഒരു ദിവസം കൂടുതൽ സമയം, ഞാൻ പറഞ്ഞത് പൗഡർ ഇടുകയോ മുടി ചെയ്യുകയോ ചെയ്യുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മുടി ചെയ്യുകയും പൗഡർ ഇടുകയോ ചെയ്യാതെ. അതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ എടുക്കുന്ന സമയമോ നമ്മൾ പുതിയ വസ്ത്രങ്ങൾ മേടിക്കുന്നോ ഇതൊന്നും അല്ല എൻ്റെ പ്രശ്നം. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഹൃദയത്തോടാണ് ചോദിക്കുന്നത്. നമ്മുടെ ഹൃദയം ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. അതിലെത്ര സമയം ശരീരത്തിന് വേണ്ടി ചിന്തിക്കുന്നു, എത്ര സമയം ആത്മാവിന് വേണ്ടി ചിന്തിക്കുന്നു? ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഒരു ജീവനുള്ള ദേഹി അല്ലെങ്കിൽ ആത്മാവെന്ന് പറയാം. അതിനെപ്പറ്റി വലിയ വിശകലനത്തിലേക്ക് കിടക്കണം. ഇത്രയും മാത്രം ചിന്തിച്ചാൽ നമ്മളൊക്കെ ഒരു ആത്മാവാണ്. ദൈവം നോക്കുന്നത് നമ്മുടെ ശരീരത്തെ അല്ല. നമ്മുടെ ശരീരത്തിൽ എത്ര രോഗമുണ്ടെന്നോ, എന്തോ ഊനമുണ്ടെന്നോ, എന്തോ കുഴപ്പമുണ്ടെന്നോ, ശരീരത്തിൻ്റെ പരിമിതികളോ പരാധീനതകളോ ദൈവം നോക്കുന്നില്ല. ഈ ആത്മാവിനെയാണ് ദൈവം നോക്കുന്നത്. ആത്മാവ് മുറിവേറ്റോ, ആത്മാവ് ഒരുക്കമുള്ളതാണോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ആത്മാവ് ഒരുക്കമുള്ളതാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ശരീരം ഒരുക്കമുള്ളതാണെങ്കിൽ ലോകത്തിൻ്റെ മണവാട്ടിയാണ്. ആമേൻ. അത് നമ്മളെപ്പോഴും എല്ലാവരും ഓർത്തിരിക്കണം. ഇത് പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും കുഞ്ഞുങ്ങളും എല്ലാവരും ഓർത്തിരിക്കണം. വി ലിവ് നോട്ട് ഫോർ ദ ബോഡി, വി ലിവ് ഫോർ ദ സ്പിരിറ്റ്. ദൈവത്തിൻ്റെതാണ് ആത്മാവ്. ദൈവം നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ഊതി, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു ആത്മാവെന്ന് വിളിക്കുന്നു. ദൈവം നമുക്ക് തന്നത് ആത്മാവിനെയാണ്. ദൈവം തിരിച്ചെടുക്കുന്നതും ആത്മാവിനെയാണ്. അതുകൊണ്ട് ആത്മാവിനെയാണ് നമ്മൾ പോഷിപ്പിക്കേണ്ടത്. നമ്മുടെ മനോഹരമായ ശരീരം, 6 അടിയോ 7 അടിയോ നീളമുള്ള നമ്മുടെ മനോഹരമായ ഈ ശരീരം, എത്ര കിലോ പൗഡറുകൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പൂശിയാലും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശരീരത്തെ ചെയ്താലും, ഏറ്റവും അവസാനം സംഭവിക്കുന്നത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഒരു കുഴിയിലോട്ട് ആരെങ്കിലും കൊണ്ടിടും, കുഴി മൂടും. കുറേ നാൾ കഴിയുന്ന തിരിച്ചറിയാതെ വണ്ണം നമ്മൾ മണ്ണോട് മണ്ണായിത്തീരും. എന്നാൽ നമ്മുടെ ആത്മാവിനെ നമ്മൾ വളർത്തിയാൽ എന്ത് സംഭവിക്കും? മരണത്തോടുകൂടി ആത്മാവ് ശരീരവും വേറെയാകും. ആത്മാവ് പോകുന്നത് എങ്ങോട്ടാണ്? ആത്മാവ് പോകുന്നത് ദൈവത്തോടു കൂടെ ചേരാനാണ് പോകുന്നത്. ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് എന്തോ ഇങ്ങോട്ട് വന്നോ അത് മാത്രമേ തിരിച്ച് സ്വർഗത്തിൽ പോകത്തുള്ളൂ. നമ്മൾ കുട്ടിക്കൂറ പൗഡറോ പോൺസ് പൗഡറോ എത്ര കിലോ ഇട്ടാലും, ഞാൻ അതിന് എതിരല്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആത്മീയമായിട്ട് വളരാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതെത്ര കിലോ ചിലവാക്കിയാലും, നമ്മൾ എത്ര കിലോ ചിക്കനും മട്ടനും കഴിച്ചാലും, നമ്മുടെ ശരീരത്തിന് എത്ര ആരോഗ്യം ഉണ്ടെങ്കിൽ, എത്ര മണിക്കൂറുകൾ നമ്മൾ ജിമ്മിൽ ചിലവഴിച്ചാലും, ഇതൊക്കെ കുഴിയിൽ അവസാനിക്കും. എന്നാൽ നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു അത് മാത്രം തിരിച്ച് സ്വർഗത്തിലേക്ക് പോകും. ദൈവമക്കളെ, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്.
കർത്താവ് വരുന്നത് നമ്മുടെ ശരീരത്തെ നോക്കാനോ നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകാനോ അല്ല. എന്നാൽ അതേസമയം നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതകളാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുകയും നടത്തുകയും ചെയ്യുന്ന ദൈവമാണ്. ആത്മാവിൻ്റെ മുമ്പോട്ടുള്ള ഗമനത്തിന് സപ്പോർട്ടീവായിട്ട് മാത്രമേ ദൈവം നമ്മുടെ ശരീരത്തെ സഹായിക്കാറുള്ളൂ. ആമേൻ. അത് പ്രതീക്ഷിച്ചാൽ മതി. അല്ലാതെ ശരീരത്തിൻ്റെ മുമ്പോട്ടുള്ള സ്ഥിരമായ ഗമനത്തിനനുസരിച്ചല്ല ദൈവം നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇത് മനസ്സിലാക്കണം. ദൈവം നോക്കുന്നത് നമ്മുടെ ശരീരത്തെ അല്ല. നമ്മുടെ ശരീരത്തിൽ ഒരുപക്ഷെ ക്യാൻസർ ഉണ്ടായിരിക്കാം, നമ്മുടെ ശരീരത്തിൽ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ബലഹീനത, ഒരുപക്ഷെ നമ്മൾ വികലാംഗനായിരിക്കാം, ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവ് ശരീരത്തിൽ കറുത്തതോ വെളുത്തതോ ഇങ്ങനെയൊക്കെ കാണുമായിരിക്കാം. ദൈവം നമ്മുടെ ശരീരത്തെ നോക്കുന്നില്ല. ദൈവം നമ്മുടെ ശരീരത്തെ നോക്കുകയായിരുന്നെങ്കിൽ രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ നമ്മളെല്ലാം ഭയങ്കര സുന്ദരന്മാരാകേണ്ടിയിരുന്നു. നമ്മൾ ആരും അങ്ങനെ മാറിയിട്ടില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് എന്തൊക്കെ രോഗം ഉണ്ടായിരുന്നോ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. കാരണം ഈ ശരീരം ദിസ് ബിലോങ്സ് ടു ദ വേൾഡ്. ഇത് ലോകത്തിൻ്റെതാണ് ഈ ശരീരം. നമ്മൾ എന്തോ ചെയ്താൽ ഈ ശരീരം നമുക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇനി സ്വർഗത്തിൽ ഇത് കൊണ്ടുപോകും എന്ന് വേദോസ്തവത്തിൽ പറഞ്ഞ പോലെ രൂപാന്തരം പ്രാപിച്ച ശരീരമാണ്. ഈ മൺമയമായ ബലഹീനമായ ശരീരമല്ല. ആ ശരീരം രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ, ക്രിസ്തുവിനോടുകൂടെ ആകപ്പെടണമെങ്കിൽ നമ്മുടെ ആത്മാവ് വളരണം ദൈവമക്കളെ. അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്താലോ നമ്മൾ പഠിച്ചാലോ നമുക്ക് റാങ്ക് കിട്ടിയാലോ ഒരു പ്രയോജനമില്ല. എല്ലാം കുഴി കൊണ്ട് അവസാനിക്കും. എനിക്ക് കുറേ ഡിഗ്രികളുണ്ട്, എനിക്ക് ഒത്തിരി ഡിഗ്രി ഉണ്ട്, പറഞ്ഞാൽ തീരാത്ത പോലെ ഡിഗ്രി ഉണ്ട്, വെരി ഗുഡ്. പക്ഷെ ഞാൻ മരിക്കുന്നതോടുകൂടി, എന്ന് മരിക്കുന്നു അന്ന് വരെ മാത്രമേ ഉള്ളൂ ഈ സർട്ടിഫിക്കറ്റിൻ്റെ വില. അത് കഴിഞ്ഞാൽ വീട്ടുകാർ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ എടുത്ത് കീറി ദൂരക്കളയും. പിന്നെ അതിന് ഒരു വിലയുമില്ല. അപ്പം നമ്മൾ ഈ പഠിക്കണ്ടെന്നല്ല, പഠിക്കുകയും ലോകത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് മുട്ടുമടങ്ങി 5000 ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നത്. അവസാനം അയ്യോ സമയം പോകുന്നില്ല എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ 5 മിനിറ്റാണ് പോയത്. 5 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിച്ചില്ല, നമ്മുടെ മനസ്സിൽ കൂടെ ലോകം മുഴുവൻ കടന്നു പോവുകയായിരുന്നു. നമ്മുടെ ആത്മാവ് എവിടെ വളർന്നത്? നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? ശരീരത്തെ വളർത്താനോ? ഞാൻ വീട്ടിലിരിക്കുമ്പോഴും കസേരയിരിക്കുമ്പോഴും സവായോഗത്തിനിരിക്കുമ്പോഴും എല്ലാം ഭയങ്കര ചിന്തകളാണ്. എൻ്റെ മൊബൈലിൽ ഫോൺ വരുന്നു, ഞാൻ മെസ്സേജ് ചെയ്യുന്നു, പാസ്റ്റർ കാണാതെ സൈഡിൽ പിടിച്ച് ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്യുന്നു, പല പരിപാടികൾ ചെയ്യുന്നു, ഇതെല്ലാം ചെയ്തു. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? എന്നോടൊരാൾ പറഞ്ഞു പെട്ടെന്ന് വരണം, 11 മണിയാകുമ്പോൾ വരണം, ഞാൻ ഹമ്പൻകട്ട വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ മെസ്സേജ് എടുത്ത് നോക്കുകയാണ്, സമയം നോക്കുന്നു, പാസ്റ്റർ നിർത്തും. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? നമ്മുടെ ആത്മാവിന് വേണ്ടിയാണോ ഇതൊക്കെ? ഞാൻ പറഞ്ഞത് ഇതൊന്നും ചെയ്യാൻ ഹമ്പൻകട്ട പോകരുതെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഹമ്പൻകട്ട പോയാലും, നമ്മൾ ജമ്മു കാശ്മീരിൽ പോയാലും, അമേരിക്കയിൽ പോയാലും ഇതൊന്നും ശരീരത്തിന് വേണ്ടി ആയിരിക്കരുത്. ഇതെല്ലാം ആത്മാവിന് വേണ്ടി ആയിരിക്കണം. വിശുദ്ധ വേദോസ്തവത്തിൽ പറയുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ബാക്കിയുള്ളതൊക്കെ കർത്താവ് നോക്കിക്കൊള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? കൂടുതലും നമ്മുടെ രാജ്യം, നമ്മുടെ ബാങ്ക് ബാലൻസ്, നമ്മുടെ സമൂഹത്തിലെ പേര്, ഇതല്ലേ നമ്മൾ നോക്കുന്നത് പലപ്പോഴും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം, പക്ഷേ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്രിസ്തുവിന് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചു വന്നില്ലെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ ലജ്ജിച്ചു പോകാനിടയായിത്തീരും. ബിസിനസ് ചെയ്യുന്നവരത് ചെയ്യണം, കൃഷി ചെയ്യുന്നവരത് ചെയ്യണം, പക്ഷേ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? കർത്താവിന് വേണ്ടി ചെയ്യണം. ഇതൊക്കെ കർത്താവിന് വേണ്ടിയായിരിക്കണം. ആമേൻ. കർത്താവിൻ്റെ ദാസൻ സാജു മാത്യു പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ചലഞ്ചിങ് ആയിട്ട് തോന്നി. ഞാനത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് 3 മക്കൾ പഠിക്കുന്നവരാ. ഈ 3 മക്കളുടെ മാർക്ക് അദ്ദേഹം നോക്കാറില്ലെന്നാണ് പറഞ്ഞു. ഞാൻ പല മാതാപിതാക്കളുമായിട്ടും ഞാൻ സംസാരിക്കുകയും ഞാൻ അതിനെപ്പറ്റി ഒത്തിരി ആർട്ടിക്കിളൊക്കെ പല മാസികകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ മാതാപിതാക്കളുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഈ മക്കൾ പിഴച്ചു പോകുന്നതിനുള്ള കാരണം മാതാപിതാക്കളുടെ ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും. എന്താണെന്ന് ചോദിച്ചാൽ, മാതാപിതാക്കളുടെ കൺസേൺ എന്ന് പറയുന്നത് പിള്ളേർ ആത്മീയമായിട്ട് വളർന്നോ, പിള്ളേർ പ്രാർത്ഥിച്ചോ, വേദോസ്തം വായിച്ചോ, ഇതൊന്നും അല്ല മാതാപിതാക്കളുടെ ലക്ഷ്യം. മാതാപിതാക്കൾക്ക് പിള്ളേരെങ്ങനെങ്കിലും കോഴ്സ് പഠിച്ച് റാങ്ക് മേടിക്കണം, വലിയ ജോലി കിട്ടണം, ഇംഗ്ലണ്ടിൽ പോകണം, അയർലൻഡിൽ പോകണം, ഇതാണ് മാതാപിതാക്കളുടെ ലക്ഷ്യം. അതാണ് പറഞ്ഞ് അങ്ങ് ഇംപ്രിൻ്റ് ചെയ്യുക. നീ പഠിക്കണം, റാങ്ക് കിട്ടണം, നീ അവിടെ പോകണം, നിനക്ക് ജോലി കിട്ടണം, അത് വേണം, ഇത് വേണം, നീ പത്രം വായിക്കണം, എല്ലാം ചെയ്യണം, കാരണം അറിവ് വേണം. എന്തോത്തിനാ ഈ അറിവൊക്കെ? ആ സമയത്ത് ഇതൊക്കെ വേണം, ഇതൊന്നും വേണ്ടെന്നല്ല. പക്ഷെ അതേ സമയത്ത് എൻ്റെ മോന് മാർക്ക് കുറഞ്ഞാൽ സാരമില്ല, നിൻ്റെ ആത്മാവാണ് വലുത്, നീ സ്വർഗത്തിൽ പോകുന്നു എന്നുള്ളതാണ് വലുത് എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ദൈവമക്കളെ, നമുക്കറിയാം ഈ മംഗലാപുരം സിറ്റിയിലോ അതുപോലുള്ള സിറ്റിയിലൊക്കെ പിള്ളേരൊക്കെ പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ പലരും അവർക്കൊരു ബൈബിൾ പോലും കൊടുത്തു വിടാറില്ല. ഇനി അവരുടെ പേരിലുള്ള നീ ബൈബിൾ എടുത്തോ, എടുത്തു. അല്ലാതെ മാതാപിതാക്കൾ ഇന്നാ മോനെ അച്ചാർ പിടിച്ചു, ഇത് ഇപ്പോൾ അവിടെ ചിലപ്പോൾ ഹോസ്റ്റലിലെ ഫുഡ് കൊള്ളത്തില്ലെങ്കിൽ നിനക്ക് കഴിക്കാം, അച്ചാർ എനിക്ക് അച്ചാറൊന്നും എനിക്കിഷ്ടമല്ല, എന്നാലും ഇരിക്കട്ടെ, നിൻ്റെ ഹോസ്റ്റലിലെ ഫുഡ് അഴുക്കാന്ന് കഴിച്ചു എന്ന് പറയുന്നു. ഓരോ ദിവസം ചോദിക്കുന്നു, ഇന്നെന്തുവായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്? ഇന്ന് ഇഡലി. എത്ര ഇഡലി കിട്ടി? 4 ഇഡലി കിട്ടി. മോന് നിറഞ്ഞോ? എനിക്ക് നിറഞ്ഞില്ല. അയ്യോ സാരമില്ല, എന്നാൽ ഹോട്ടലിൽ പോയി ഒരു 4 ഇഡലിയോടെ മേടിച്ച് കഴിച്ചു. അങ്ങനെ പിള്ളേരെ ഇങ്ങനെ കഴിപ്പിക്കുന്നു. എന്നാൽ ഈ മാതാപിതാക്കൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നീ പ്രാർത്ഥിച്ചു, നീ എത്ര സമയം പ്രാർത്ഥിച്ചു ചോദിക്കാറില്ല. എത്ര സമയം പ്രാർത്ഥിച്ചു?
എത്ര സമയം ഈ യോഗത്തിനും എന്നോടൊരു രക്ഷകർത്താവ് ഒരിക്കൽ പറഞ്ഞു, മോനെ സഭായോഗത്തിനല്ലാതെ ഒരു യോഗത്തിനും വിളിക്കരുതെന്ന് പറഞ്ഞു. ആ മോനിന്ന് സഭായോഗത്തിനും വരാതായി. അതാണ് മാതാപിതാക്കളുടെ കൺസേൺ. എന്തോ മക്കൾ പഠിക്കണം, പഠിച്ചു വലുതാകണം. കർത്താവ് വരുന്നു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഇവർ ചിന്തിക്കാറുമില്ല, മക്കളോട് പറയാറുമില്ല. മാതാപിതാക്കളെ, ഞാനൊരു കാര്യം, ഒരു ചലഞ്ചായിട്ട് ചോദിക്കുകയാണ്, ആരും കൈ പൊക്കണ്ട. നമ്മളിൽ എത്ര പേര് നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ വരവെങ്കിൽ നീ പോകണം, അതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന്? ഒരുപക്ഷെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് തന്നെ ആഗ്രഹിക്കുന്ന, അത് മാത്രം ആഗ്രഹിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട് ഇവിടെ? നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭൗതികമായ കാര്യങ്ങൾ നമ്മുടെ പേരിനോട് ചേർക്കാൻ, ബാങ്ക് ബാലൻസിനോട് ചേർക്കാൻ, നമ്മുടെ പ്രസ്റ്റീജിനോട് ചേർക്കാൻ. ദൈവമക്കളെ, നമ്മൾ ചില ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ലോകത്തുള്ള ഏതൊരു 6 പേരെ എടുത്താലും അതിലൊരാൾ ക്യാൻസർ രോഗിയാണ്. ഒരുപക്ഷെ കണ്ടുപിടിച്ചതായിരിക്കാം, ഒരുപക്ഷെ കണ്ടുപിടിച്ചിട്ടില്ലായിരിക്കാം. അപ്പം നമ്മൾ ഈ ഒത്തിരി പണവും ലക്ഷക്കണക്കിന് 80 ലക്ഷം 1 ലക്ഷം രൂപ കൊടുത്ത് MBBS ചേർത്ത് കുറച്ചുനാൾ കഴിയുമ്പോഴായിരുന്നു ക്യാൻസർ പിടിച്ചു, തീർന്നു, പൈസയും പോയി, മോനും പോയി. ഇതുപോലത്തെ ഒരു നൈമിഷികമായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എന്ത് സമ്പാദിച്ചാലും എന്ത് നേടിയാലും അതൊക്കെ വെറും താൽക്കാലികമാണ്. ആമേൻ. ഞങ്ങൾ 4 സഹോദരങ്ങളും അപ്പനും അമ്മയും, ഞങ്ങൾ 6 പേരാണ് ഒരു വീട്ടിൽ ഞങ്ങൾ വളർന്നു വന്നു. അപ്പം ഈ 6-ൽ ഒരാൾക്ക് ക്യാൻസറാണ്. ലോകത്തുള്ള ഏത് 6 പേരെ എടുത്താലും ഒരാൾ ക്യാൻസർ രോഗിയാണെന്നാണ് വൈദ്യശാസ്ത്രം. ആമൻ. അലക്സാണ്ടർ ഫ്ലെമിങ് ഇൻസുലിൻ കണ്ടുപിടിച്ച സമയത്ത് ലോകം മുഴുവൻ പത്രങ്ങളും ലോകത്തുള്ള എല്ലാവരും പറഞ്ഞു, മനുഷ്യൻ മരണത്തെ തോൽപ്പിച്ചു. ഇൻസുലിൻ എല്ലാത്തിനും ഒരു പരിഹാരമാണ്, മരണത്തെ തോൽപ്പിച്ചു. അത് കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചപ്പോൾ മനുഷ്യൻ പറഞ്ഞു, ആൻറ്റിബയോട്ടിക്, ഏത് രോഗത്തിനും ആൻറ്റിബയോട്ടിക് നല്ലതാണ്. ഇന്നലെ പത്രത്തിൽ ആൻറ്റിബയോട്ടിക്കിനെ പറ്റി ഒരു ലേഖനം ഉണ്ടായിരുന്നു. അത് വായിക്കുന്ന ഒരാൾ ആൻറ്റിബയോട്ടിക്ക് തൊടുകയല്ല, പിന്നെ നമ്മളെ കൊല്ലുകയാണ് ആൻറ്റിബയോട്ടിക്. അത് എഴുതിയേക്കുന്നത് ഇന്ത്യയിലെ ഒരു വലിയ സീനിയർ ഡോക്ടർ എഴുതിയേക്കുന്നത്, അല്ലാതെ വെറും ഒരു സാധാരണ പത്രക്കാരനൊന്നും അല്ല എഴുതിയേക്കുന്നത്. ആൻറ്റിബയോട്ടിക്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നു ഐ ആം സേഫ്. പക്ഷേ കർത്താവ് പറയുന്നു യു ആർ നോട്ട് സേഫ്. ഒരാൾക്ക് ചിക്കൻ ബോക്സ് പിടിച്ചാൽ നമുക്ക് ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ കഴിയും. അങ്ങോട്ട് പോകണ്ട, പിള്ളേരൊന്നും അങ്ങോട്ട് വിടത്തില്ല, ഒരുപക്ഷെ ഫോണിൽ കൂടെ പോലും സംസാരിക്കത്തില്ല. ഒരുപക്ഷെ പനി വന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാതിരുന്നാൽ മതി. ക്യാൻസർ വന്നാലോ? ഇനി ക്യാൻസറിനെ മനുഷ്യൻ തോൽപ്പിക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു അലക്സാണ്ടർ ഫ്ലെമിങ്ങോ ആരെങ്കിലും ഉണ്ടായ ഒരു മരുന്ന് കണ്ടുപിടിച്ച് ഇപ്പം തന്നെ കുറച്ചൊക്കെ തോൽപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് മറ്റു ചില രോഗങ്ങൾ വരികയാണ്. അപ്പോൾ മനുഷ്യന് എപ്പോഴും ഈ ശരീരത്തിന് വേണ്ടി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ വലിയ കൺസേൺ ആണ്. ഈ TPM സഭയിലുള്ള പലരും നരകിച്ച് മരിച്ചിട്ടുണ്ട്. അവർ വലിയ മാരകമായ രോഗങ്ങൾ, TB ഒക്കെ വന്ന ഭയങ്കര ചുമയില്ലയോ, ചുമച്ചൊക്കെ മരിക്കും. അവർ പറഞ്ഞ അവരുടെ ശരീരം അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, അവരുടെ ആത്മാവാണ് ഇമ്പോർട്ടൻ്റ്. പക്ഷേ ആ ടീച്ചിങ് ഒക്കെ മാറി. ഇന്ന് സഭകളിൽ പറയുന്ന ആത്മാവ് അവിടെ നിൽക്കട്ടെ, നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതെന്നാണ് പറയുന്നത്. അതോടുകൂടി നമ്മുടെ ശാപങ്ങൾ പോയി. വേറെ ചില ശാപങ്ങൾ എപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, അതെന്തെങ്കിലും ആട്ടെ. എന്നാൽ ശരീരത്തിനാണ് പ്രാധാന്യം കൊടുത്തത്, ആത്മാവിനല്ല പ്രാധാന്യം. ദൈവമക്കളെ, നമ്മൾ ശരീരത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ സാരമില്ല, നമ്മുടെ ആത്മാവാണ്. ആമേൻ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? മൂടാ, ഈ രാത്രി നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ, കർത്താവ് ചോദിക്കുന്നത് എന്താ? മൂടാ, ഇന്ന് രാത്രി നിന്റെ ശരീരത്തെ ചോദിച്ചാൽ നിന്റെ ആത്മാവിനെ നീ എവിടെ കൊണ്ട് കളയുമെന്നല്ല പറഞ്ഞേക്കുന്നത്. മൂടാ, ഇന്ന് നിന്റെ കാരണം കർത്താവ് ആത്മാവിനെ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, കർത്താവ് വേറെ ഒന്നും നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ പണമോ നമ്മുടെ സൗന്ദര്യമോ ഇതൊന്നും കർത്താവ് ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ പ്രതാപമോ. കർത്താവ് ആവശ്യപ്പെടുന്ന ഒന്നേ ഉള്ളൂ, നമ്മുടെ ആത്മാവ്. കാരണം അത് കർത്താവ് തന്നതാണ്. ആ ആത്മാവ് കർത്താവിനെ അറിയണം, കർത്താവിനെ തന്നെ അറിയണം. പ്രാർത്ഥിക്കുമ്പോൾ 100 കൂട്ടം കാര്യങ്ങൾ മനസ്സിൽ വന്ന് ശ്രദ്ധ കിട്ടുന്നില്ലെങ്കിൽ ദൈവമക്കളെ, ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യട്ടെ, അത് യേശുവിൻ്റെ നാമത്തിൽ അത് നിങ്ങൾ അവസാനിപ്പിക്കണം. പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. അങ്ങനെ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നാൽ മതി, എത്ര സമയം വേണേലും ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. നമുക്കതിന് സമയമില്ല തീരെ. അങ്ങനെ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം, അല്ലെങ്കിൽ കൂട്ടു സഹോദരങ്ങളുടെ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമ്മൾ പോയി വെറുതെ കഥയും പറഞ്ഞ് കാര്യങ്ങളും പറഞ്ഞ് സമയം കളയാനല്ല നമുക്കുള്ളത്. നമ്മൾ പറയേണ്ടത് മുഴുവൻ വേദപുസ്തകമായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ചില വീടുകളിൽ പോയി ഒത്തിരി സമയം പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാനായിരിക്കണം സമയം ചിലവഴിക്കുന്നത്. നമുക്ക് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ നല്ലതാണ്, ഒരുപക്ഷെ പറയുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ആത്മീയവർദ്ധന വരുത്തുന്നതല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ സമയം കളയരുത്, ഒരിക്കലും കളയരുത്. കാരണം ഞാനിത് പറയാൻ കാരണം കർത്താവിൻ്റെ വരവ് സമീപിച്ചു. ദൈവമക്കളെ, ഞാനിത് പറയുമ്പോഴും ഞാൻ പറയാം, ഇന്ന് തിരിച്ച് ഞാൻ വീട്ടിൽ ചെല്ലുമെന്ന് എനിക്ക് ഓരോ ഉറപ്പുമില്ല. അതിനു മുമ്പ് കർത്താവ് വരുമെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുകയാണ്. ഞാനിത് സഭയിൽ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന അശുദ്ധന്മാരോടല്ല പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാരോടാണ് പറയുന്നത്. കർത്താവിൻ്റെ വരവ് അടുത്തു. നമ്മൾ ഇനിയും ഉണരണം, ഇനിയും അതിനുവേണ്ടി ഒരുങ്ങണം. ഇന്ന് നല്ല മെസ്സേജ് കേട്ടു, വീട്ടിൽ പോയി എല്ലാം മറക്കുന്നവരാകരുത്. ഇന്ന് വീട്ടിൽ പോയി സാധാരണ ഒരു മെസ്സേജ് മറക്കുന്ന പോലെ ആകരുത്. ഇതൊരു മെസ്സേജ് അല്ല, ഇതൊരു വിളിച്ച് ഉണർത്തലാണിത്. നമ്മൾ ഡയറിക്കകത്ത് എഴുതാനും ഒന്നുമില്ല. ഇത്രേ ഉള്ളൂ, കർത്താവ് വരുന്നു, അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഈ കാര്യത്തെ ഒന്ന് എംഫസൈസ് ചെയ്ത് നമ്മളെ ഒന്ന് ഉണർത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കർത്താവ് വരുന്നു.
ആമേൻ. കർത്താവ് വരുന്നു, അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. നമുക്ക് അവന് വേണ്ടി ഉണരാം. നമ്മുടെ എല്ലാ നേട്ടങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാതിരിക്കുന്ന ഒരവസ്ഥയെപ്പറ്റി നമ്മൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെല്ലാവരോടും പറഞ്ഞു, നമ്മുടെ പരിചയക്കാരോട്, അടുത്തുള്ളവരോട്, സ്നേഹിതരോടെല്ലാം പറഞ്ഞു കർത്താവ് വരുന്നു. പണ്ടൊക്കെ ആൾക്കാർ സുവിശേഷം പറയുമ്പം പറയുന്നു കർത്താവ് വരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് രക്ഷിക്കപ്പെട്ടതായിരുന്നു പറഞ്ഞു. ഇപ്പം നമ്മളത് പറയാറില്ല. ഇപ്പം നമ്മൾ പറയുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെടണം, അതാ നിങ്ങൾക്ക് നല്ലത് എന്ന് പറയാം. ഇന്ന് പലരും ക്രിസ്തുമതത്തിൻ്റെ പ്രത്യേകതകൾ ഷെയർ ചെയ്ത് മറ്റുള്ളവർ രക്ഷിക്കപ്പെടാൻ പറയുന്നു. എന്നാൽ നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, കർത്താവ് വരുന്നു. നമ്മൾ ഓരോ ദിവസവും ഉണർന്നിരിക്കുന്നത് നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കാനല്ല. ശരീരത്തെ നമുക്ക് നോക്കണം. കാരണം തീർച്ചയായിട്ടും ശരീരത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പക്ഷേ ശരീരത്തിൻ്റെ പ്രാധാന്യം ലോകം കൊണ്ട് അവസാനിക്കും. മരണം കൊണ്ട്, 6 അടി മണ്ണ് കൊണ്ട് അവസാനിക്കുന്നതാണ് ശരീരത്തിൻ്റെ പ്രാധാന്യം. എന്നാൽ പ്രാധാന്യമുള്ളത് ഒന്നുണ്ട്, നമ്മുടെ ആത്മാവ്. ദൈവം നമുക്ക് തന്നത് ദൈവം അത് തിരിച്ചു ചോദിക്കും. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ ആത്മാവ് ഉറക്കമാണ്, അല്ലെങ്കിൽ അവൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മാവ് പ്രവർത്തിക്കുന്നുള്ളൂ. ആത്മാവ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും ആത്മാവ് ഫുള്ളി ആക്റ്റീവായിട്ടുള്ളൂ. ആ ആക്റ്റീവായിട്ടുള്ള ആത്മാവാണ് ദൈവവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവവുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമ്മുടെ ആത്മാവിനെ തടസ്സപ്പെടുത്താൻ ലോകത്തിലെ മറ്റൊരു കാര്യവും, ടെൻഷനായാലും ചിന്തകളായാലും ഒന്നും ഒരിക്കലും അനുവദിക്കരുത്. നമുക്കെല്ലാവർക്കും ഒന്ന് ഉണരാം. നമ്മുടെ ഉറക്കം വിട്ടിട്ട് ലോകത്തിനു വേണ്ടിയുള്ള, ശരീരത്തിനു വേണ്ടിയുള്ള നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടുകൾ വിട്ടിട്ട് ആത്മീയമായ ചില കാഴ്ചപ്പാടുകൾ പ്രാപിക്കാം. നമ്മുടെ മുമ്പിലുള്ള ചില വിശുദ്ധന്മാരെ നമുക്ക് നോക്കാം. നമ്മുടെ മുമ്പിലുള്ള വിശുദ്ധിയിൽ തീവ്രതയില്ലാത്തവരെയല്ല, തീവ്രമായ വിശുദ്ധിയിൽ ജീവിച്ച ചിലരെ നമുക്ക് കാണാം. അവർ ജീവിച്ചത് എപ്പോഴും അവർ വിശ്വസിച്ചിരുന്നു അവരുടെ തലമുറയിൽ കർത്താവ് വരുമെന്ന്. എന്നാൽ അത് സംഭവിച്ചില്ല. ഒരുപക്ഷെ നമ്മുടെ തലമുറയിലായിരിക്കാം വരുന്നത്. പല മാതാപിതാക്കളും മക്കൾക്ക് ആത്മീയമായ വളർച്ചയ്ക്ക് യാതൊരു വഴിയും കൊടുക്കാതിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ആത്മീയമായ പാത കാണിച്ചു കൊടുക്കുന്നവരായിരിക്കാം. നമ്മുടെ മക്കളുടെ പേരിൽ ഒരു പൈസ പോലും, എൻ്റെ അപ്പൻ മരിക്കുമ്പോൾ എൻ്റെ പേരിൽ ഒരു പൈസ പോലും ബാങ്കിലില്ലായിരുന്നു. പക്ഷേ എൻ്റെ അപ്പൻ എന്നെ നല്ലൊരു പാത കാണിച്ചിട്ടാണ് എൻ്റെ അപ്പൻ മരിച്ചത്. ആമേൻ. എൻ്റെ അപ്പൻ നല്ലൊരു മാർഗ്ഗം എന്നെ കാണിച്ചു. എൻ്റെ ചെറിയ പ്രായം തൊട്ട് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, നീ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്, നീ സുവിശേഷകനാകണമെന്ന് പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ പ്രിൻ്റ് ചെയ്തു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു. ഞാൻ 20-ാമത്തെ വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞതാണ്. അന്ന് ഞാൻ സെമിനാരിൽ പോകേണ്ടതായിരുന്നു. ഞാൻ പോയില്ല. കാരണം അതെൻ്റെ ഉഴപ്പായിരുന്നു, എൻ്റെ അപ്പൻ്റെ ഉഴപ്പുകൊണ്ടല്ല. എൻ്റെ അപ്പൻ അന്നും എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു, നീ പോകണം, നീ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. പാസ്റ്റർമാരൊക്കെ വീട്ടിൽ വന്നപ്പോൾ പാസ്റ്റർമാരോടൊക്കെ എൻ്റെ ഫാദർ ചോദിച്ചു, ഏത് ബൈബിൾ കോളേജിൽ പോകണം, ഏത് കോഴ്സ് പഠിക്കണം, അവൻ ഏത് രീതിയിലുള്ള സുവിശേഷ പ്രവർത്തനം ചെയ്യണം, അവൻ ഇത്രയ്ക്കൊക്കെയുള്ള കഴിവാണുള്ളത്, ഇതൊക്കെയാണ് അവൻ്റെ ഏറിയ. ഞാൻ അന്നൊക്കെ ചെറിയതായിട്ട് പാട്ടൊക്കെ പാടും എന്നൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അല്ലാതെ എനിക്ക് പ്രസംഗിക്കാൻ കഴിവില്ല, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ഒരു കഴിവുമില്ല. എൻ്റെ ഫാദർ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വന്ന് അഭിപ്രായം ചോദിക്കാവുന്നവരോടൊക്കെ ചോദിച്ചു, അവനെ എവിടെ വിടണം, അവനെ ഏത് ബൈബിൾ കോളേജ് വിടണം, അവനെ ഏത് രീതിയിൽ അവൻ്റെ ഭാവിയിലെ സുവിശേഷ പ്രവർത്തനം ചെയ്യണം എന്നൊക്കെ ചോദിച്ച് എൻ്റെ ഫാദർ ഒത്തിരി ഐഡിയാസ് കളക്ട് ചെയ്യുമായിരുന്നു. ദൈവമക്കളെ, നമ്മൾ എത്ര പേര് ചെയ്യുന്നുണ്ട്? നമ്മൾ ചോദിക്കുന്നത് മോക്ക് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഏതാ, ഏറ്റവും നല്ല കോഴ്സ് ഏതാ? അത് ഇതാണ്. ഓക്കെ, എന്നാൽ അതിന് തന്നെ പോവാം. ഉടനെ അടുത്ത ആൾ പറഞ്ഞു, അതല്ല വേറൊരു കോഴ്സ് ഉണ്ട്, ഒന്ന് ഓക്കെ എന്നാൽ അതിന് പോയേക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ അപ്പന്മാർ തല പോകുന്നത് മുഴുവൻ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ അതോ കർത്താവിന് വേണ്ടിയാണോ? എൻ്റെ മോള് ഒരു ആത്മാവിനെ നേടുന്നതാണ്. അവനൊരു പക്ഷേ എൻ്റെ കയ്യിലോട്ട് കൊണ്ടൊരു 10 ലക്ഷം രൂപ തരുന്നതിലും വലുതെന്ന് എത്ര മാതാപിതാക്കൾ ചിന്തിക്കും? നമ്മൾ ചിന്തിക്കുന്നത് ലോകത്തിന് വേണ്ടിയാണോ അതോ ദൈവത്തിന് വേണ്ടിയാണോ? ലോകത്തിലെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രസിദ്ധനായ ഒരു ദൈവദാസനുണ്ട്. ആ ദൈവദാസൻ്റെ ഒരു സാക്ഷ്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചതാണ്. അയാൾ വലിയ പണ്ഡിതനാണ്, സ്വന്തമായിട്ട് ഹെലികോപ്റ്ററൊക്കെ ഉള്ള വലിയ പണക്കാരനായ മനുഷ്യൻ. ഇപ്പോൾ അയാൾ നല്ലൊരു ചെറിയ കുടിൽ നിന്ന് വളർന്നു വരുന്ന സമയത്ത് ഹോസ്റ്റലിൽ പഠിക്കാൻ പോകുമ്പോൾ അയാളുടെ അമ്മ പറഞ്ഞു, നീ പഠിച്ചില്ലെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ വേദപുസ്തകം എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ആ വേദപുസ്തകവുമായിട്ട് അയാൾ ലോകം മുഴുവൻ പ്രസംഗിച്ചു. ലോകം മുഴുവൻ വലിയ വലിയ ആളുകളുമായിട്ട് പരിചയപ്പെട്ടു. വലിയ യൂണിവേഴ്സിറ്റികളുടെ രജിസ്ട്രാർ, അതുപോലുള്ള ഉന്നതമായ പദവികൾ അലങ്കരിച്ചു. ഇന്ന് കേരളത്തിലുണ്ട്. ഇന്നും അയാൾ വലിയ പദവികൾ അലങ്കരിക്കുന്നു. കർത്താവിന് വേണ്ടി ഇന്നും വീറോടെ ഓടുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹം. ഇതുപോലത്തെ ഒരു പ്രതീക്ഷ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമ്മുടെ മക്കളോട് നമ്മൾ പറയുന്നുണ്ട്, നീ നിൻ്റെ ശരീരത്തിന് വേണ്ടി ജീവിക്കണം, നീ നിൻ്റെ അഭിമാനത്തിന് വേണ്ടി ജീവിക്കണം, നീ നിൻ്റെ കൂട്ടുകാരുടെ മുമ്പിലെല്ലാം നീ വലിയ ആളാകണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിലുപരി നിൻ്റെ കൂട്ടുകാരെ യേശുവിലേക്ക് നയിക്കുന്ന ഒരാളാകണമെന്ന് പറയാൻ എത്ര പേർക്ക് തയ്യാറാവും? ദൈവമക്കളെ, വളരെ സാഡസ്റ്റ് സ്റ്റോറി ഇന്ന് ഈ തലമുറയിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വിഷമകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ പല വീടുകളിലും മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സമയമില്ല. കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ സമയമില്ലാത്തതിന് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന എന്താണെന്നറിയാമോ? TV ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. TV ഓൺ ചെയ്ത് കൊടുത്തേക്കാണ്.
ഇനി രക്ഷിക്കപ്പെടാത്ത ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും ജോലി, അപ്പനും അമ്മയൊക്കെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ അവർക്ക് വിനോദം കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? അവധി ദിവസം കൊച്ചിനെ എടുത്തുകൊണ്ട് തിയേറ്ററിൽ പോകും. അവിടെ മാതാപിതാക്കളുടെ സ്നേഹമല്ല കിട്ടുന്നത്, ഏതോ രാക്ഷസന്മാരുടെ, കാട്ടാളന്മാരുടെ സ്നേഹമാണ് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. സിനിമയിൽ കാണുന്നത് ആരെയാണ് കാണുന്നത്? കാട്ടാളന്മാരെയാണ് കാണുന്നത്. വലിയ ശരീരവുമായിട്ട് വന്ന് ഇടിച്ച് തകർക്കുന്ന രാക്ഷസന്മാരെ കണ്ടിട്ടാണ് പിള്ളേർ വളരുന്നത്. പിന്നെ ഇവരൊക്കെ എങ്ങനെ അനീതിക്കാരാകാതിരിക്കും? ഞാൻ മാതാപിതാക്കളോട് ചലഞ്ച് ചെയ്യുകയാണ്. ടി വി എടുത്തു മാറ്റാൻ എത്ര മാതാപിതാക്കൾ തയ്യാറാകും? ടി വിയാണ് ഇന്നത്തെ സമൂഹത്തെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ വില്ലൻ. നിങ്ങളത് എഗ്രി ചെയ്താലും ഇല്ലെങ്കിലും ടി വി നമ്മുടെ തലമുറകളെ നശിപ്പിക്കും. യെസ്, ഇത് ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമല്ല, ഞാൻ പല ആൾക്കാരോട് ചോദിച്ചിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തത്. എൻ്റെ വീട്ടിൽ ടി വി വേണ്ടാന്ന്. ഈ തീരുമാനം എടുത്ത് എൻ്റെ പെട്ടെന്ന് ഏതോ ഒരു പ്രസംഗം കേട്ടെടുത്ത ഒരു തീരുമാനമൊന്നുമല്ല, ഒരു ആവേശപ്പെടുത്തെടുത്ത തീരുമാനമൊന്നുമല്ല. നമ്മുടെ തലമുറകൾ നശിക്കും. ഒരു ടി വി കണ്ടുപിടിച്ചതിന് ശേഷം, വീടുകളിൽ വന്നതിന് ശേഷമുള്ള അക്രമത്തിൻ്റെ, അനീതിയുടെ റേറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയേ. അതിന് മുമ്പാന്നോ അതിന് പിമ്പാന്നോ കൂടുതലെന്ന്? അത് കഴിഞ്ഞിട്ട് തന്നെയാണ് കൂടുതലെന്ന് മാത്രമല്ല, അതങ്ങ് ഓരോ വർഷം കഴിയുന്നതോറും അതങ്ങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ ജീവിക്കുന്നത് വെറും ഒരു ശരീരത്തിന് വേണ്ടി, ഇതിനകത്തെ പ്ലഷർ, ഇതിനകത്ത് കാണുന്ന വൈകാരികതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വെറും ഒരു ഉപകരണമായി മാറുകയാണ് മനുഷ്യൻ. ഏതോ ഒരു സിനിമാ സംവിധായകൻ എന്തോ അയാളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ അതിലൂടെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ അയക്ക് കഴിയുന്നുണ്ട്. എന്നാൽ ക്രിസ്തു പറയുന്നു, നിന്റെ ആത്മാവ് വലുതാണ്. നമ്മുടെ ആത്മാവിൽ, മനസ്സിൽ കുത്തി നിറയ്ക്കുന്നത് എന്താണ്? പ്രേമം, വൈരാഗ്യം, വിപ്ലവം. ഇതൊക്കെയല്ലേ നമ്മുടെ മനസ്സിൽ കുത്തി നിറയ്ക്കുന്നത്. നമ്മൾ പിന്നെ എവിടെ നമ്മുടെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ അവരോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കണം, നീ കൂട്ടുകെട്ടിനൊന്നും പോകരുത്. അവരിത് കണ്ടു വളരുകയല്ലയോ? അവർ പിന്നെ എങ്ങനെ പോകാതിരിക്കും? അവർ പറയുന്നതെല്ലാം ചീത്ത പറയുന്ന ആൾക്കാരെ ഒക്കെ ടി വിക്കകത്ത്, സിനിമയ്ക്കകത്തും കാണുന്നത്. പിന്നെ അവരെങ്ങനെ ചീത്ത പറയാതിരിക്കും? സകലവിധ തോന്നിയവാസം കാണിക്കുന്നവരാ. ഈ സ്ക്രീനിലുള്ളവരുടെ ആരാധന മൂത്ത് അവരുടെ പേഴ്സണൽ ഹിസ്റ്ററി പരിശോധിക്കുന്നവരെ എല്ലാം 4 കെട്ടിയവരും 5 കെട്ടിയവരും ഭാര്യയെ തല്ലുന്നവരും കുടിക്കുന്നവരും അവരെല്ലയോ നമ്മുടെ മക്കൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ നന്നാകും? കർത്താവിൻ്റെ വരവിനെ പറ്റി എങ്ങനെ ആൾക്കാർ ചിന്തിക്കും? സോ സാഡ്. ഇത് ഞാൻ ഇവിടെ പറയുന്നതിന് കാരണം, നമ്മളിത് കേൾക്കണം, നമ്മളിത് അറിയണം. ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാനാണ് ഉത്തരവാദി, എൻ്റെ മോളുടെ ഉത്തരവാദി ഞാനാണ്. നമ്മൾ എത്ര നിയന്ത്രിക്കാൻ നോക്കിയാൽ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു തലമുറ എന്നുള്ളത്. എന്നിട്ട് പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഡു അവർ പാർട്ട്. നമ്മുടെ ഭാഗം നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുമ്പം, ഡു യുവർ ബെസ്റ്റ് ആൻഡ് ദ ലോർഡ് വിൽ ഡു ദ റെസ്റ്റ്. കർത്താവ് അതിൻ്റെ ബാക്കി ചെയ്തോളൂ. എൻ്റെ ഭാഗം ഞാൻ ചെയ്തില്ല, കർത്താവ് ചെയ്തോട്ടെ, അല്ലെ അവർ വളർന്നിട്ട് അവർ ചെയ്തോട്ടെ എന്നും പറഞ്ഞ് നോക്കിയിരിക്കാൻ ആർക്കും അനുവാദമില്ല. നമ്മുടെ ഭാഗം ചെയ്തിട്ട് മാത്രം ദൈവത്തോട് പറഞ്ഞാൽ മതി, ദൈവമേ ബാക്കി ചെയ്യണമെന്ന്. നമുക്കിന്ന് ഇഷ്ടം പോലെ കൗൺസിലേഴ്സ് ഉണ്ട്, നമുക്കിഷ്ടം പോലെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്, നമുക്ക് കാര്യങ്ങൾ ഗൈഡ് ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. നമുക്ക് സന്തോഷത്തോടു കൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ആരും വിഷമിക്കണ്ട. ഞാനിതൊക്കെ പറഞ്ഞത് വിഷമിക്കാനല്ല, ആരുടെ മുഖം വാടുകയും വേണ്ട. ഞാനിതൊക്കെ പറഞ്ഞത് നമ്മൾ നന്നാകാൻ വേണ്ടിയാണ്, നമ്മുടെ തലമുറകൾ നന്നാകാൻ വേണ്ടിയാണ്, കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടാൻ വേണ്ടിയാണ് പറഞ്ഞത്. അതിനപ്പുറം നമുക്ക് ഒരു പ്ലാനും ഇല്ല, അതിനപ്പുറം നമുക്ക് ഒരാഗ്രഹമോ ഒരാവേശമോ ഒന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടണം, അത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് നമുക്ക് ഒരു പ്ലാൻ, എനിക്ക് ഒരു ഉദ്ദേശവുമില്ല. ഞാനിവിടെ പാസ്റ്ററായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സുവിശേഷ പ്രവർത്തനം നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്, എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, കർത്താവിൻ്റെ വരവിൽ എങ്ങനെയെങ്കിലും ഞാൻ എടുക്കപ്പെടണം. പൗലോസ് പറയുന്ന വല്ല വിധേനയും അവൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത കാണണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വളരെ പ്രത്യാശയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ വരവ് അടുത്തു. ഇനി കർത്താവ് ചില വർഷങ്ങൾ കഴിഞ്ഞിട്ട് വന്നൊന്നും ഇരിക്കട്ടെ, സാരമില്ല. എന്നാലും നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം അവസാനിക്കുന്നത് ലോകത്തിലായിരിക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി ആയിരിക്കരുത്. നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് ദൈവത്തിന് വേണ്ടി, നമ്മുടെ ആത്മാവിന് വേണ്ടി ആയിരിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.